ഇതിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഔദാര്യം, അവന്റെ കരുണ, അവന്റെ വാത്സല്യം, അവന്റെ സ്നേഹം ആവുന്നുകൊണ്ടാണ് നമ്മൾ അള്ളാഹു തആല ഈ മുബാറക്കായ പരിശുദ്ധമായ നാട്ടിലെത്തിച്ചത്. ഇത് ഏറ്റവും ഉയർന്ന നാടാണ്. അള്ളാഹു തആല വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്, ഇന്ന അവ്വല ബൈത്തിൻ വുളിഅ ലിന്നാസ് ലല്ലദീ ബിബക്കത മുബാറകൻ വഹുദൽ ലിൽ ആലമീൻ ഫീഹി ആയാതുൻ ബയ്യിനാത്ത്. ആദ്യമായി അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി നിർമ്മിക്കപ്പെട്ട ഭവനമാണ് കഅബ. അവ്വല ബൈത്തിൻ വുളിഅ ലിന്നാസ് ലല്ലദീ ബിബക്കത മുബാറകൻ. ബക്ക എന്ന് പറഞ്ഞ മക്കയാണ്. മുബാറക്കൻ, ബർക്കത്തുള്ള അനുഗ്രഹീതമായ നാടാണ്. ഈ നാടിനെ കൊണ്ട് അള്ളാഹു സത്യം ചെയ്തിട്ടുണ്ട്. വത്തീൻ വസ്സൈത്തൂൻ വതൂരി സീനീൻ വഹാദൽ ബലദിൽ അമീൻ. ഈ നിർഭയത്തുള്ള നാട് തന്നെയാണ് സത്യം. ആരാ സത്യം ചെയ്യണേ? അള്ളാഹ് സത്യം ചെയ്യാൻ. വഹാദൽ ബലദിൽ അമീൻ, നിർഭയത്തുള്ള ഈ നാട് തന്നെയാണ് സത്യം. ആ നാട്ടിലാണ് നമ്മളുള്ളത്. ഉയർന്ന നാടാണ്, ഏറ്റവും അനുഗ്രഹീതമായ നാടാണ്. ഇതിനേക്കാൾ ശ്രേഷ്ഠമായ ഭൂമിന്റെ ഒരു തുണ്ട് ലോകത്തില്ല. അവിടേക്ക് അള്ളാഹു നമ്മളെ കൊണ്ടുവന്നു. ഇവിടെയാണ് അള്ളാഹുവിന്റെ വീടുള്ളത്. ലഇലാഫി ഖുറൈശിൻ ഈലാഫിഹിം റിഹ്ലത ശിതാഇ വസ്സൈഫ്. പിന്നെ ഫൽയഅബ്ദു റബ്ബ ഹാദൽ ബൈത്ത്, ഫൽയഅബ്ദു റബ്ബ ഹാദൽ ബൈത്ത്. ഈ വീട്ടിന്റെ ഉടമസ്ഥനെ ആരാധിക്കുക. ഏതാണ് ആ വീട്? കഅബ. നമ്മൾ കണ്ടു, നമ്മളല്ല കാണിച്ചു തന്നു. അള്ളാഹ് എന്റെ വീട് എന്ന് പറഞ്ഞ ഈ വീട്ടിൽ, ഈ നാട്ടിൽ അള്ളാഹ് നമ്മൾ എത്തിച്ചത് നമ്മളെ കഴിവോ സാമർത്ഥ്യ യോഗ്യത കൊണ്ടല്ല. നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഞാൻ അപേക്ഷ കൊടുത്തു, എനിക്ക് കിട്ടി. എനിക്ക് ഫസ്റ്റത്തെ അപേക്ഷയിൽ തന്നെ കിട്ടി. പൈസ കണ്ട പിന്നെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ഞാൻ വന്നു. പൈസ അപേക്ഷ ഒന്നും ഇതിന്റെ മാനദണ്ഡങ്ങളിൽ പെട്ടതല്ല. നമ്മളെക്കാൾ പൈസ ഉള്ള ആൾക്കാരുണ്ട്, നമ്മളെക്കാൾ നല്ല തഖ്വയുള്ള ആൾക്കാരുണ്ട്, ഇബാദത്തുള്ള ആൾക്കാരുണ്ട്, വർഷങ്ങളായി ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ട്, വർഷങ്ങളായിട്ട് ദുആ ചെയ്യുന്ന ആൾക്കാർ, കൊതിയുമായി ജീവിച്ച ആൾക്കാർ. എത്രയോ ആൾക്കാർ കാബ കാണണം എന്നുള്ള കൊതിയോട് കൂടി ദുആ ചെയ്ത് കരഞ്ഞ് ജീവിച്ച് അവസാനം കാണാതെ മരിച്ചുപോയ ആൾക്കാരുണ്ട്. ഈ ഇരിക്കുന്ന എന്റെ നിങ്ങൾ യോഗ്യത എന്താ നമുക്ക് എല്ലാവർക്കും ഒറ്റക്കറിയാം. നമ്മളൊന്നും ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റിയ ആൾക്കാരൊന്നും അല്ല. പക്ഷെ അള്ളാഹു ഔദാര്യവാൻ, അവൻ നമ്മുടെ മേൽ കരുണ ചെയ്തു. അതിന്റെ പേരിൽ അള്ളാഹു തആല നമ്മളോടെ കൊണ്ടെത്തിച്ചു. അതുകൊണ്ട് വന്നതിൽ നമുക്കൊരു യോഗ്യതയില്ല. ഇതെന്ന് നമ്മളെ ഹൃദയത്തിനുള്ളിൽ നമ്മൾ മനസ്സുകൊണ്ട് അറിയില്ലോ, അവനാണ് അള്ളാന്റെ അടിമാകുക. നമ്മുടെ കഴിവോ സാമർത്ഥ്യമോ യോഗ്യതയോ അതുകൊണ്ടൊക്കെ എത്തിയാന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അബദ്ധം പറ്റി. അതുകൊണ്ട് നമുക്ക് ഹൃദയത്തിന്റെ ഉള്ളിൽ അള്ളഹാനോട് വലിയ നന്ദി ഉണ്ടാവണം. പടച്ചോനെ നീ എത്തിച്ചല്ലോ. എത്രയോ ആൾക്കാരുണ്ട് വരാൻ വേണ്ടി നിന്ന് കിട്ടിയിട്ടൊക്കെ. എൻ്റെ ഒരു ഫ്രണ്ടിന്റെ വൈഫ്, അവരിങ്ങനെ യാത്രയൊക്കെ പറഞ്ഞു. രാത്രിയില് തലേന്ന് എന്നുവെച്ചാൽ മറ്റന്നാൾ പോകാനുള്ള ഇന്ന് രാത്രി എല്ലാവരും കുടുംബങ്ങളൊക്കെ വീട്ടിൽ കൂട്ടി ഭക്ഷണമൊക്കെ കൊടുത്ത് ഭക്ഷണമൊക്കെ കഴിച്ച് എല്ലാവരും പോയി. രാവിലെ എഴുന്നേറ്റ് അയാളെ ഭാര്യ, എൻ്റെ വളരെ അടുത്ത ആളാണ്, അയാളെ ഭാര്യ മരിച്ചു. രാവിലെ വിളിച്ചൊക്കെ അവൾ മരിച്ചിട്ടുണ്ട്. അവരും ഭർത്താവിന്റെ കൂടെ ഹജ്ജിന് വരാനുള്ളതന്നെ. ഭാര്യനെ കവറടക്കി പിറ്റേ ദിവസം അയാളും ഹജ്ജിന് വേണ്ടി പുറപ്പെട്ടു. നമ്മൾ ആലോചിച്ച് നോക്കി. അതുകൊണ്ട് നമ്മളെ കൊണ്ടുവന്നവൻ അള്ളാഹുവാണ്. നമ്മളെ ഹൃദയത്തിന്റെ ഉള്ളിൽ നമുക്ക് അത്ര അള്ളഹാനോട് ഇഷ്ടം തോന്നണം, അള്ളഹാനോട് താല്പര്യം തോന്നണം, നന്ദി ഉണ്ടാവണം. നന്ദിയുള്ള അടിമകൾക്കാണ് അള്ളാഹു വർദ്ധിപ്പിച്ചു കൊടുക്കുക. നമ്മളെ യോഗ്യത നമ്മൾ വിചാരിക്കുക ചെയ്യുന്നത്. ഹജ്ജ് അത് അള്ളാഹുവിന്റെ, അവന് ഇഷ്ടമുള്ള ആളുകളെ അവൻ വിളിക്കും. അതുകൊണ്ടാണ് നമ്മൾ തെൽബിയത്ത് ചൊല്ലിയിട്ടാ വന്നത്. ഈ ഇരിക്കുന്നത് കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ പല ജില്ലകളിലുള്ള ആൾക്കാർ. കോഴിക്കോട് ഉണ്ടാവാം, മലപ്പുറം ഉണ്ടാവാം, പല ഭാഗത്തുള്ള ആൾക്കാർ, കണ്ണൂർക്കാരുണ്ട്, കാസർഗോഡ് ഒരാളെ കണ്ടു. പല ആൾക്കാരുമാണ്. നമ്മളൊക്കെ ഓരോ പ്രദേശത്ത് നിന്ന് വന്നു, ഏറാമിൽ പ്രവേശിച്ചു, തെൽബിയത്തിന്റെ മന്ത്രധ്വനിയായിട്ട് കയറി. ഫ്ലൈറ്റിലൊക്കെ ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് ആകാശത്ത് നിന്ന് വിളിച്ചു പറഞ്ഞ് നമ്മൾ ഇവിടെ എത്തിയതാണ്. എന്താ ഈ ലബ്ബൈക്ക്? എന്താ ഈ പറയുന്നത്? ആകെ ജീവിതത്തിൽ ഇവിടെ മാത്രം ആവശ്യമുള്ള സാധനമാണത്. നാട്ടിൽ ലബ്ബൈക്ക് അല്ലാഹുമ്മന്റെ ആവശ്യമുണ്ടോ? ഇല്ല. എന്താണ് ഈ പറയുന്നത്? ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക്. അള്ളാഹുവെ നിന്റെ വിളിക്ക് ഉത്തരം. നീ വിളിച്ചിട്ട് വന്നയാണ്. ഗവൺമെന്റ് എന്നെ സെലക്ട് ചെയ്തിട്ട് വന്നതല്ല, സൗദി ഗവൺമെന്റ് സെലക്ട് ചെയ്തിട്ട് വന്നതല്ല. നീ വിളിച്ചു, അതുകൊണ്ട് ഞാൻ വന്നു. അതാണ് ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് എന്ന് പറഞ്ഞത്. നമുക്കറിയാം, പഴയ കാലത്ത് മലബാറിലൊക്കെ നമ്മളെ സ്കൂളിൽ മദ്രസയിലൊക്കെ കുട്ടികളെ പേര് വിളിക്കും അറ്റൻഡൻസ് എടുക്കാൻ വേണ്ടിട്ട്. അന്ന് മദ്രസയിലെ കുട്ടികൾ പറയും ആളിർ ലബ്ബൈക്ക് എന്ന് പറയും. ആ ലബ്ബൈക്കാണ് ഇത്. വിളിക്കുത്തരം, വിളിച്ച ആൾക്ക് ഉത്തരം പറയാനാണ് ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക്. അത് പറഞ്ഞാണ് നമ്മൾ വന്നത്. നമ്മൾ ആലോചിച്ച് നോക്കണം. നമ്മളെ കഅബനെ കണ്ടു. കറുത്ത കരിപ്പടം കൊണ്ട് മൂടിയ
ആ നെഞ്ചൂക്കോട് കൂടിയിട്ട് അള്ളാഹുവിന്റെ ഭവനം മതാഫിൽ തലയുയർത്തി നിൽക്കാൻ. നിങ്ങൾ അതിനെ അങ്ങനെ ഒന്ന് കണ്ടു നോക്കി. എന്റെ റബ്ബിന്റെ വീടാണത്. അത് നമ്മൾ കണ്ടു. നമുക്ക് കുട്ടിക്കാലം ഉണ്ടായിരുന്നു. ചെറിയ കുട്ടിയാവുമ്പോ 2 വയസ്സ് 2.5 വയസ്സൊക്കെ ഉണ്ടാവുമ്പോ 3 വയസ്സൊക്കെ ഉണ്ടാവുമ്പോ ഉമ്മമാര് കിബിലക്ക് നേരെ മുസല്ല വിരിച്ച് നിസ്കരിക്കുമ്പോൾ നമ്മൾ അന്ന് തിരിഞ്ഞു നിന്ന സ്ഥലമാണിത്. നമ്മളെ ചെറിയ ബന്ധമൊന്നുമല്ല ഇതിനുള്ളത്. നമുക്ക് എന്താണെന്നൊന്നും അറിയില്ലായിരുന്നു. പക്ഷെ നമ്മളെ ഉമ്മ അങ്ങോട്ട് തിരിഞ്ഞിരുന്നിരുന്നു. ഉമ്മാന്റെ കൂട്ടത്തിൽ നമ്മൾ തിരിഞ്ഞെന്ന ആ സ്ഥലം വർഷങ്ങൾ കഴിഞ്ഞു. നാട്ടിലെ പള്ളിയിൽ നിന്ന് മുതവജ്ജിഹൻ ഇലൽ ഖിബില, ഖിബിലക്ക് മുന്നിട്ടുകൊണ്ട് എന്ന് നമ്മൾ പറഞ്ഞിരുന്ന ആ പരിശുദ്ധമായ ഭവനത്തിന്റെ മുറ്റത്ത് നമ്മളെ പടച്ചവൻ കൊണ്ടെത്തിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹ് നമ്മളോട് ചെയ്ത അനുഗ്രഹം എത്രയാണ് നമ്മൾ മനസ്സിലാക്കി. ഡയറക്റ്റ് അള്ളാഹ് നമ്മളെ വിളിച്ചതാണ്. അതുകൊണ്ട് നമ്മളെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നന്ദി ഉണ്ടാവണം. ഹൃദയത്തിനുള്ളിൽ നന്ദി ഉണ്ടാവണം. അതുകൊണ്ട് ഉംറയുടെ അമലുകൾ നമ്മൾ പൂർത്തിയാക്കി. ഉംറയുടെ അമലുകൾ മാഷാഅല്ലാഹ് നമ്മൾ പൂർത്തിയാക്കി. ഉംറന്റെ അമൽ, ഉംറ എന്ന് പറഞ്ഞ 4 അമലുകളാണ്. നിങ്ങൾക്ക് അറിയാം. ഏതായാലും ചെയ്ത് കഴിഞ്ഞതാണെങ്കിലും കൂടെ ഞാൻ പറയാൻ. കാരണം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ ആൾക്കാർക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല. ഉംറക്ക് 2 ചെയ്തിട്ട് ഇന്ന് ഒരാൾ ജീറാനെ നീറാൻ ചെയ്ത് വന്നിട്ട് പനീനൊക്കെ ഇട്ടിട്ട് നമ്മളെ റൂം വന്നിരുന്നു. അറിയില്ല. കാരണം ഇതൊന്നും നാട്ടിൽ നമുക്ക് പരിചയമില്ലാത്തതാണ്. അതുകൊണ്ട് നമ്മൾ നല്ലപോലെ ശ്രദ്ധിക്കുക. ഉംറയുടെ അമലുകൾ 4 ഒന്ന് നെയ്യത്തോട് കൂടി എഹ്റാമിൽ പ്രവേശിക്കുക. എഹ്റാമിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ പുരുഷന്മാർക്ക് പാടില്ലാത്ത കാര്യങ്ങളുണ്ട്. ചുറ്റുത്തുന്നിയ വസ്ത്രം ധരിക്കാൻ പാടില്ല. പിന്നെ തലമറക്കാൻ പാടില്ല. കാല് മൂടുന്നതിൽ ഷൂ പോലുള്ളത് പാടില്ല. സ്ത്രീകൾക്ക് പാടില്ലാത്തതിന് മുഖം മറക്കാൻ പാടില്ല. അതിന് കൈ മറക്കാൻ പാടില്ല. മുൻകൈ. സ്ത്രീക്കും പുരുഷനും പാടില്ലാത്ത കാര്യങ്ങളുണ്ട്. സുഗന്ധദ്രവ്യങ്ങൾ പാടില്ല. മണമുള്ള സോപ്പാണെങ്കിലും പറ്റില്ല എഹ്റാമിൽ പ്രവേശിച്ചാൽ. എണ്ണ, അതേപോലെ തന്നെ നഖം, മുടി, രോമങ്ങൾ കളയാൻ പറ്റൂല. വിവാഹ കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാൻ പാടില്ല. വിവാഹം നടത്തിക്കൊടുക്കാൻ പാടില്ല. ഭാര്യാഭർത്തൃ ബന്ധം പാടില്ല. വികാരത്തോടു കൂടിയുള്ള നോട്ടം പോലും, സംസാരം പാടില്ല. സ്പർശനം പാടില്ല. വേട്ടയാടാൻ പാടില്ല. ഇതൊക്കെയാണ് ഇഹ്റാമിൽ പ്രവേശിച്ചാൽ പാടില്ലാത്ത കാര്യങ്ങൾ. ഇത് നമുക്കറിയാം. നമ്മൾ വീണ്ടും ശ്രദ്ധിക്കണം. നമ്മുടെ അറിയാൻ വരുന്ന സമയത്ത് മാത്രമേ ഉള്ളൂ. അല്ല, എപ്പം നമ്മൾ ഇഹ്റാമിൽ പ്രവേശിച്ചാലും ഉംറയ്ക്ക് വേണ്ടി നമ്മൾ ഇഹ്റാമിൽ പ്രവേശിച്ചാൽ ഈ കാര്യങ്ങളൊന്നും പാടില്ല. പിന്നെ 2ാമത്തെ അമൽ എന്താണെന്ന് പറഞ്ഞാൽ തവാഫ് ചെയ്യലാണ്. നമ്മൾ തവാഫ് ചെയ്തു. ഹജറുൽ അസ്വദ് നിന്ന് ഹജറുൽ അസ്വദ് വരെ ഒരു ചുറ്റ്, 1 അങ്ങനത്തെ 7 ചുറ്റ് ചുറ്റുമ്പോ തവാഫ് പൂർത്തിയായി. പിന്നെ സഫ മറവന്റെ ഇടയിൽ സഈ, പിന്നെ മുടി കളയൽ. ഈ 4 കാര്യങ്ങളാണ് ഉംറ എന്ന് പറഞ്ഞത്. ഇത് മാഷാഅല്ലാഹ് നമ്മൾ ചെയ്തിട്ടുണ്ടാവും. ഹജ്ജിന്റെ അമലുകൾ, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങള് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഹജ്ജിന്റെ അമലുകൾ 2 രീതിയിലുണ്ട്. ഉംറയുടെ അമൽ, ഹജ്ജിന്റെ അമലൊക്കെ 2 രീതിയുള്ളത്. ഒന്ന് ബാഹ്യമായ ഫിഖ്ഹിന്റെ അടിസ്ഥാനത്തിൽ ഇത് ചെയ്ത് പൂർത്തിയാക്കാം. മറ്റൊന്ന് ഇതിനെ ആത്മാവുമായി ബന്ധപ്പെടുത്തിയിട്ട് ചെയ്യാം. എന്തിട്ട്? അതിന്റെ ഒരു ഹഖീഖത്ത്, ഇതിന്റെ ഒരു യാഥാർത്ഥ്യത്തോടു കൂടി ഇത് ചെയ്യാം. സത്യത്തിൽ അള്ളാഹു ആഗ്രഹിക്കുന്നത് ഇതിന്റെ ഹഖീഖത്തോടു കൂടി, ഇതിന്റെ ആത്മാവോട് കൂടി ചെയ്യാന്നുള്ളതാണ്. കഅബ 7 പ്രാവശ്യം ചുറ്റിയ തവാഫ് പൂർത്തിയായി. ഒരു ഹജറുൽ അസ്വദിന്റെ അവിടുന്ന് തുടങ്ങി അങ്ങനെ 7 പ്രാവശ്യം ചുറ്റിക്കഴിഞ്ഞാൽ അയാളെ തവാഫ് ശരിയായി. പക്ഷെ അയാളെ തവാഫിൽ അയാൾ ഫോൺ വിളിച്ചിരുന്നു, അയാൾ വർത്താനം പറഞ്ഞിരുന്നു, അയാൾ അവിടെ നോക്കിയിരുന്നു, ഇവിടെ നോക്കിയിരുന്നു. അയാൾ അശ്രദ്ധനാണുള്ളത്. പിന്നെന്ത് ചുറ്റലാണത്? തവാഫ് ശരിയായി. പക്ഷെ അയാൾ അള്ളാഹു ഉദ്ദേശിച്ച സാധനമായിട്ടില്ല. സഫ മറവന്റെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നാൽ സഫേന്ന് മറവ, മറവേന്ന് സഫ, സഫേന്ന് മറവ, മറവേന്ന് സഫ, സഫേന്ന് മറവ, മറവേന്ന് സഫ, സഫേന്ന് മറവ. അങ്ങനെ ആയാൽ 7 പ്രാവശ്യം അയാളോട് കൂടി എന്തായി സൈ പൂർത്തിയായി. പക്ഷെ ഇയാള് ഗഫലത്തിലുള്ളത്, ഇയാള് ഫോണിലുള്ളത്, ഇയാൾ അവിടുത്തെ വേറെ എന്തെങ്കിലും ഉള്ളത്. എന്താണ് അതിനോടുള്ള കാര്യം? അപ്പൊ നമ്മളെ അമലുകളെ നമ്മൾ അതിന്റെ ആത്മാവുമായി, അതിന്റെ ഹക്കീക്കത്തുമായി, അതിന്റെ യാഥാർത്ഥ്യവുമായി മുട്ടിച്ചിട്ട് ചെയ്യണം. അതുകൊണ്ട് ഇനി ചെയ്യുമ്പോൾ എല്ലാ കാര്യങ്ങളെയും നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യുക. നമ്മൾ മത്താഫിലേക്ക് പോകും, കാബ കാണും. കാബ കാണുമ്പോൾ നമ്മൾ ഒറ്റക്കൊന്ന് ആലോചിക്കും. ആ കാബയിലേക്ക് ഒന്നിങ്ങനെ നോക്കിയത് കൂലിണ്ട് എന്ന് പറഞ്ഞ വെറുതെ നോക്കല്ല, ഹൃദയത്തിന്റെ ചിന്തയോട് കൂടിയുള്ള നോട്ടം ഉണ്ടാക്കി. ഏതാണ് ഭവനം? അള്ളാഹു എത്ര ഇഷ്ടപ്പെട്ട വീടാണ്. അതിന്റെ മുറ്റത്തല്ലേ ഞാനുള്ളത്. ഇത് എത്ര തിന്മകൾ കണ്ട കണ്ണാണ് എന്റേത്. ഈ കണ്ണോട് ഇത് കാണാൻ പറ്റും. നമ്മൾ ആലോചിക്കേണ്ടത് അതാണ്. നമ്മൾ ഹറാമുകൾ കണ്ട കണ്ണുകൊണ്ടാണ് ഇത് കാണുന്നത്. വീട്ടുകാരനെ വീട്ടിൽ വന്നു, എന്തിനാ നമ്മള് വീട്ടിൽ വരുന്നത്? നിങ്ങൾ ആരെങ്കിലും എന്റെ വീട്ടിൽ വന്നു, എന്തിനാ വരുന്നത്? എന്റെ വീട്ടിന്റെ കല്ല് കാണാനാ? എന്റെ വീട്ടിന്റെ സിമെന്റ് കാണാനാ? എന്റെ വീട്ടിൽ വെച്ച വാതിൽക്കട്ടിൽ കാണാനാ? സത്യത്തിൽ അതല്ലല്ലോ വീട്ടിലേക്ക് വരുന്നത്. വീട്ടിലേക്ക് വരുന്നത് വീട്ടുകാരനെ കാണാൻ വേണ്ടിയിട്ടാണ്. വീട്ടിലേക്ക് വരുന്നത് ആരെ കാണാനാണ്? വീട്ടുകാരനെ കാണാനാണ്. അതുകൊണ്ട് നമ്മൾ അള്ളാന്റെ വീട്ടിലേക്ക് വന്നത്
അള്ളാഹുവിനോടുള്ള ഇഷ്ടത്തിന്റെ പേരിലാണ്, അള്ളാഹിനോടുള്ള ഇഷ്ടത്തിന്റെ പേരിലാണ് നമ്മൾ കാണാൻ വന്നത്. അതുകൊണ്ട് മത്താഫിൽക്ക് ഇറങ്ങുമ്പം നമ്മളെ ഹൃദയത്തിന്റെ ഉള്ളിൽ ചിന്ത ഉണ്ടാവണം. മത്താഫ് എന്ന് പറഞ്ഞാൽ തവാഫ് ചെയ്യുന്ന സ്ഥലം. അവിടെ ഇങ്ങനെ സ്റ്റെപ്പ് വെച്ച് വെള്ള മാർബിൾ പതിച്ചിട്ടുണ്ട്. നമ്മൾ അതിൽ കാല് വെക്കുമ്പം നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, ഞാനിപ്പോ എവിടെ നിൽക്കണത്? ഞാൻ എവിടെ നിൽക്കണത്? എപ്പം പോകണമെങ്കിൽ നമുക്ക് നോക്കല്ലോ, ആലോചിക്കും എവിടെ നിൽക്കണത്. നമ്മൾ നിൽക്കുന്നത് നബിമാർ അലൈഹിസ്സലാത്തു വസ്സലാം നടന്ന സ്ഥലത്തൂടെയാണ്. നമ്മള് ഇതിലൂടെ നബിമാര് നടന്നിട്ടുണ്ടായിരിക്കാം, അങ്ങനെയാണോ? നടന്നിട്ടുണ്ടായിരിക്കാമല്ല, പിന്നെ നടന്നിട്ടുണ്ട്. നടന്ന സ്ഥലാണ്. മത്താഫ് മാറിയിട്ടില്ലല്ലോ. സഹാബാക്കൾ നടന്ന സ്ഥലാണ്. അവിടെ ഇങ്ങനെ കാല് വെക്കുമ്പോ എന്റെ നബിതന സാഹസങ്ങളെ കാല് മുൻകഴിഞ്ഞ നബിമാർ ഇബ്രാഹിം അലി ഇസ്ലാം, മുസ അലി ഇസ്ലാം, ഈസാ അലി ഇസ്ലാം അവരൊക്കെ കാല് പതിഞ്ഞ സ്ഥലത്താണല്ലോ പടച്ചോനെ ഞാനുള്ളത്. അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു, സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു തുടങ്ങി ഈ സഹാബാക്കൾ, ഒരുപാട് സഹാബാക്കൾ, ബിലാൽ റളിയല്ലാഹു അൻഹു, നമുക്കറിയുന്ന സഹാബാക്കൾ, അവരൊക്കെ നടന്ന സ്ഥലമാണല്ലോ പടച്ചോനെ. നിങ്ങളൊന്ന് ഇനി കാല് വെക്കും ആലോചിച്ച് നോക്കി. സത്യത്തിൽ നമ്മളെ കാല് വെക്കാൻ തോന്നില്ല. നമ്മൾ ആരാണ്? നമ്മളെ പിന്നാലെ നബിതങ്ങൾ ശാസനങ്ങൾ കാല് വെച്ച സ്ഥലത്ത് കാല് വെക്കാൻ ഞാൻ ആര്? അപ്പൊ നമ്മളെ കണ്ണ് നനയാൻ തുടങ്ങും. അപ്പോഴാണ് നമുക്ക് മനസ്സിലായത് റബ്ബിനോട് എത്ര അനുഗ്രഹം ചെയ്തത്. ആ ബോധത്തോടെ പടച്ചവന്റെ വീടിനോട് നടന്നെടുത്തു. ഹജറുൽ അസ്വദിന്റെ മുമ്പിലെത്തി. അവിടെ നമ്മൾ തവാഫ് ആരംഭിക്കാൻ നമ്മളെന്താ വിചാരിച്ചാ പച്ചലേറ്റ് നോക്കിയാൽ അല്ലാഹു അക്ബർ ഒരൊറ്റ വിടല്. ചിലരൊക്കെ ആളുകളുടെ ഇടയിലൂടെ തിരികെ എണിച്ച് കയറിയൊക്കെ വേഗം തീർത്തു പോകണം. ആരാ നമ്മളോട് അങ്ങനെ തവാഫ് ചെയ്യാൻ പറഞ്ഞത്? ഇടിച്ച് കയറിയൊക്കെ തവാഫ് ചെയ്യാൻ ആരാ പറഞ്ഞത്? അള്ളാഹുവിന്റെ വീടല്ലേ. അതിനോടുള്ള ഹുർമത്ത്, അതിനോടുള്ള മഹത്വം, അതിനോടുള്ള അളമത്ത് നമുക്കറിയല്ലോ. ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ വിളിച്ചു, പോലീസുകാരെ എസ്ഐ വന്നിട്ട് വീട്ടിൽ വന്നു എന്ന് വൈകുന്നേരം അയാളോട് സ്റ്റേഷനിൽ എത്താൻ പറയണം എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര മട്ടത്തിനെ എത്തുക? നമ്മളെ മൊബൈലൊക്കെ സൈലന്റ് ആക്കിയിട്ടുണ്ടാവും. വളരെ മാന്യനായിട്ടേക്ക് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുന്നത്. അള്ളാന്റെ വീട്ടിൽ നമുക്ക് ചെല്ലാൻ അറിയില്ലേ? അള്ളാന്റെ വീട്ടിൽ ചെല്ലാൻ അറിയില്ലേ? ഹസ്രത്ത് അലി റളിയല്ലാഹു അൻഹു എന്ന് പറയുന്നുണ്ട്, അദ്ദേഹത്തിന്റെ ബാങ്കിന്റെ ശബ്ദം കേട്ടാൽ അദ്ദേഹത്തിന്റെ ശരീരം വറക്കാൻ തുടങ്ങും, കളറൊക്കെ മാറും ബാങ്ക് കേട്ടാൽ. അപ്പൊ അദ്ദേഹത്തിനോട് കൂട്ടുകാരെ ചോദിച്ചു, ബാങ്ക് കേൾക്കണേ നിങ്ങൾക്ക് എന്തത്ര ഇല്ലേ അസ്വസ്ഥത? അപ്പൊ അദ്ദേഹം പറയണേ, ആരെടുത്തേക്കാ പോണെന്ന് നിങ്ങൾക്കറിയോ? നിങ്ങൾക്കറിയോ? ഉള്ളും പുറവും അറിയുന്ന ഒരു റബ്ബിന്റെ അടുത്തേക്കാ ഞാൻ പോണത്. ഈ ചെല്ലുന്ന ആനങ്ങളൊക്കെ ആരെടുത്തേക്കാ പോണത്? നമ്മളൊരു രഹസ്യവും പരസ്യം അറിയാൻ സൂറത്ത് മുൽക്കിൽ നമ്മൾ ഓതലുണ്ട് സാധാരണ. അവരുടെ വാക്കുകൾ അവർ രഹസ്യാക്കട്ടെ അല്ലെങ്കിൽ പരസ്യാക്കട്ടെ. ഇന്നഹു അലീമും ബിദാത്തി സുദൂർ, ഹൃദയത്തിന്റെ ശരിക്കും അവസ്ഥകൾ അറിയുന്ന ആളാണ് ആര്? അല്ലാഹ്. വലഖദ് ഖലഖനൽ ഇൻസാന വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സു, മനുഷ്യനെ സൃഷ്ടിച്ചത് നാമാണ്. അവന്റെ മനസ്സിന്റെ മന്ത്രങ്ങൾ അത് നാം അറിയുന്നുണ്ട്. ഞാനിത് പറയുമ്പോഴും നിങ്ങൾ ഓരോരുത്തരുടെ മനസ്സിന്റെ ഉള്ളിൽ കൂടി എന്തൊക്കെയോ കയറി ഇറങ്ങി പോകുന്നുണ്ട്. അതും ആരറിയുന്നുണ്ട്? അപ്പൊ ആ അള്ളാന്റെ മുന്നിൽ നമ്മൾ പോണത് എങ്ങനെ പോണം? നമ്മൾ ആലോചിച്ച് നോക്കി. എങ്ങനെ പോണം? നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ആൾക്കാർ വീഡിയോ എടുക്കണ്ടാവും, ആൾക്കാർ ഇങ്ങനെ വിട്ടുണ്ടാവും, ആൾക്കാർ അങ്ങനെ വിടുക. തവാഫിന്റെ വിക്രമൊന്നല്ലല്ലോ നാട്ടിൽ. ഞാൻ തവാഫ് ചെയ്യാണ്, ഞാൻ മത്താഫിലുള്ളതെന്ന് നമ്മളെ കുടുംബക്കാർക്ക് നാട്ടുകാർക്ക് കാണിച്ചു കൊടുക്കാൻ. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് ബോധത്തോടു കൂടി പോകേണ്ട സ്ഥലമാണ്. നല്ല ചിട്ടയോട് കൂടി പോണം. ഹൃദയത്തിനുള്ളിൽ അൽമത്തുണ്ടാവണം, മാത്തുണ്ടാവണം. എന്റെ റബ്ബിന്റെ വീട്ടിലാണുള്ളത്, യജമാനന്റെ പടിവാതിൽക്കലുള്ളത്. അതുകൊണ്ട് ഹജറുൽ അസ്വദ് മുതൽ തിരിച്ച് ഹജറുൽ അസ്വദ് വരെ വരിക കറങ്ങാൻ. എന്തിനാ കറങ്ങണത്? ലോകത്ത് കറങ്ങാൻ ഇതിനേക്കാളും നല്ല സ്ഥലങ്ങൾ എത്ര ഉണ്ടെന്ന് അറിയാമെങ്കിൽ നല്ല അടിച്ചുപൊളി പ്ലേസ് ഉണ്ട്. സെറ്റപ്പുള്ള പൂന്തോട്ടും സെറ്റപ്പൊക്കെ ഉള്ള നല്ല അടിച്ചുപൊളി സ്ഥലങ്ങൾ ലോകത്ത്. പക്ഷെ ലോകത്തുനിന്ന് മനുഷ്യർ വലിയ വലിയ ലക്ഷങ്ങൾ ചെലവഴിച്ചിട്ട് നമ്മൾ ഒരാളെ കാണുന്നത് ഒരാളല്ലത്. ഇതൊന്നും ഒരാളല്ലല്ലോ. ഇത് 4 ലക്ഷം 5 ലക്ഷമാണ് ഒരാള്. ആ മത്താഫിലേക്ക് നോക്കി എത്ര ലക്ഷങ്ങൾ, എത്ര കോടികളാണത്. നമ്മള് കേരളത്തിൽ നിന്ന് പിന്നെയും കുറവാണ്. അയൽ രാജ്യത്ത് നിന്ന്, പാകിസ്ഥാനിൽ നിന്ന്, ബംഗ്ലാദേശിൽ നിന്ന്, പിന്നെ അപ്പുറത്ത് അങ്ങോട്ടേക്ക് ഓസ്ട്രേലിയ അതേപോലുള്ള സ്ഥലങ്ങളിൽ, വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ വലിയ വലിയ പൈസ കൊടുത്ത് 12 ലക്ഷം 15 ലക്ഷം ഒക്കെ കൊടുത്തിട്ടാണ് ആര് വരുന്നത്? ഹാജിമാര് വരുന്നത്. നമ്മൾ അങ്ങനെ നോക്കി ഇത്ര പൈസ ചെലവാക്കിയിട്ട് എന്തിനാ ഇങ്ങോട്ട് വരുന്നത്? ഈ വീടിന് എന്താ പ്രത്യേകത? ഇവിടുത്തെ കറങ്ങലിന് എന്താ പ്രത്യേകത? ഈ കറങ്ങലിന് പ്രത്യേകത ഉണ്ട്.
ലോകത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന സംരക്ഷകനായ ഖാലിഖായ മാലിക്കായ അള്ളാഹുവിന്റെ ദർബാറിന്റെ മുന്നിലാണുള്ളത്. ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന് ഹജറുൽ വസ്വദിനെ നേരെ നോക്കിയിട്ട് പറയണം. ഹജറുൽ വസ്വദ് സ്വർഗത്തിന്റെ കല്ലാണ്. അതിന്റെ മുമ്പ് വന്ന ആളെല്ലാരും എല്ലാരെ പറ്റിയും അതിന്റെ അടുക്കൽ കണക്കിലുണ്ടാവും. അവിടുന്ന് പറഞ്ഞിട്ട് നേരെ അങ്ങോട്ട് നീങ്ങാൻ. അന്ന് തൊട്ടടുത്തെത്തുന്നത് വാതിലാണ്, മുൽത്തസമാണ്. അവിടെ ചോദിച്ചാൽ എന്തായാലും ഉത്തരം കിട്ടും. പിന്നെ കുറച്ചുകൂടി അങ്ങോട്ട് നീങ്ങിയാൽ മഖാം ഇബ്രാഹിം, കുറച്ചും കൂടി അങ്ങോട്ട് നീങ്ങിയാൽ ഹിജർ ഇസ്മായിൽ എത്തും. ഹിജർ ഇസ്മായിൽ മുതൽ റുക്കുനുൽ യമാനി വരെയുള്ള സ്ഥലം, പിന്നെ റുക്കുനുൽ യമാനി മുതൽ ഹജറുൽ അസ്വദ് വരെയുള്ള സ്ഥലം, ദുആ കബൂലാകുന്ന സ്ഥലം. വീണ്ടും പിന്നെയും മടങ്ങാൻ. എന്താണ് ഈ കടങ്ങൽ? എന്താണ് ഈ കറങ്ങൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഈ കറങ്ങൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരടിമ അവന്റെ അഹങ്കാരത്തിന്റെയും അന്തസ്സിന്റെയും അഭിമാനത്തിന്റെയും ഒക്കെ ഉടയാളകൾ, അയാളുടെ വസ്ത്രങ്ങൾ, വസ്ത്രത്തിലൊക്കെ അതിൻ്റെതായ ഒരു സാധനം ഉണ്ടാവില്ലേ? വസ്ത്രത്തിൽ ഓരോ സാധനങ്ങളുണ്ട്. ചിലർക്ക് കോട്ട് ഉണ്ടാവും, ചിലർക്ക് ടൈ ഉണ്ടാവും, ചിലർക്ക് തലപ്പാവ് ഉണ്ടാവും, ചിലർ കമ്മീസ് ഉണ്ടാവും, ചിലർ വേറെ അങ്ങനെ പല കോലത്തിലും ഓരോരുത്തരും പുരുഷനനുസരിച്ച്. ചില ഡ്രസ്സ് ഉണ്ടല്ലോ നമ്മൾ അറിയും ഇയാൾ എന്താ ഒരു വലിയ പോസ്റ്റിലുള്ള ആളാണെന്നൊക്കെ. ആ ഡ്രസ്സ് കണ്ടിട്ട് പറയുന്ന അള്ളാഹു താല പറയണം, അങ്ങനത്തെ ഒരു ഡ്രസ്സും ഇവിടെ വേണ്ട, ഇവിടെ സാധാ അടിമനെ പോലെ നിങ്ങൾ വരി, നിങ്ങൾ യജമാനന്റെ വീട്ടിന്റെ മുറ്റത്തുള്ളത്. എന്നിട്ട് അവിടുന്ന് ഇങ്ങനെ പറയാൻ. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഈ കറങ്ങൽ ഉദ്ദേശിക്കുന്നത് യജമാനായ അള്ളാഹുവിന്റെ ഔദാര്യത്തിന് വേണ്ടി യാചിച്ച് നടക്കുന്നവരാണ് തവാഫ് ചെയ്യുന്നത്. വീട് ചുറ്റാൻ. നമ്മളൊരു കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്, ചിലപ്പം റമദാൻ 27 അന്ന് ചില വീട്ടുകാരൊക്കെ ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ കാര്യമായിട്ട് കൊടുക്കും. നമ്മൾ ആലോചിച്ച് നോക്കി. ഇപ്പൊ ഒരു 500 നോട്ടാണല്ലോ നമ്മുടെ നാട്ടിൽ വലിയ നോട്ട്. 500 നോട്ട് കൊടുക്കേണ്ട ഒരാൾക്ക് 2 കൊടുക്കും. 1000 രൂപ കൊടുക്കുക ഒരാൾ വന്നാൽ. അങ്ങനെ ആൾക്കാർ ഇങ്ങനെ വന്ന് ഇയാൾ രാവിലെ സുഖിഞ്ഞിരുന്നതാണ്. ഒരു 10-11 മണിയായപ്പോൾ ഏകദേശം ആൾക്കാർ തീർന്നപ്പോൾ ഇയാൾ വേഗം കയറി. ഇയാള് ബാത്റൂമിൽ പോയി കുടിച്ച് റെഡി ആവാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒരുങ്ങാൻ വേണ്ടി വീട്ടിൽ കയറി. അപ്പോഴാണ് ഒരു ആൾ അറിഞ്ഞത് ഇവിടെ ഇങ്ങനെ ഇന്ന ആളെ വീട്ടിൽ 1000 രൂപ കൊടുക്കേണ്ടത്. അങ്ങനെ അയാൾ ഓടി വന്നു. അയാള് പതുക്കെ വന്ന് നോക്കുമ്പോൾ ഗേറ്റ് തുറന്നെടുക്കുന്നുണ്ട്. പക്ഷേ ഫ്രണ്ട് ഡോർ ലോക്കാണ്. ആരുമില്ല അവിടെ. കുറെ നേരം നിന്നു. അയാൾ ശബ്ദമൊക്കെ ഉണ്ടാക്കി, ആരുമില്ല. അപ്പൊ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് സംസാരം കേൾക്കണ്ട അയാള്. അപ്പൊ എന്ത് ചെയ്തറിഞ്ഞ അയാൾ ജസ്റ്റ് എങ്ങനെ ഇടത് ഭാഗത്തൂടെ ഇങ്ങനെ കയറി. അവിടെ കൊണ്ട് ജനലുണ്ട്, പിന്നെ അപ്പുറത്ത് ഡോറുണ്ട്. എവിടുന്നെങ്കിലും ഈ വീട്ടിലുള്ള ഒരാൾ എന്നെ കണ്ടാൽ അയാളോട് പറയാം, ഞാനിങ്ങനെ വന്നതാണ്, എനിക്ക് നിങ്ങൾ തരണം, ഒരു 1000 രൂപ തരണം, അവളോട് 1000 രൂപ കൊടുത്തിരുന്നല്ലോ എന്ന് പറയാനാണ് എന്ന് ഇയാൾ ഇങ്ങനെ കടന്നു. ഫസ്റ്റത്തെ ജനൽ കഴിഞ്ഞു, ആരുമില്ല. കുറച്ചപ്പുറത്ത് കഴിഞ്ഞ് വേറെ ജനലുണ്ട് റൂമിന്റെ, അതും ബന്ധാണ്. അങ്ങനെ ഇയാൾ ഇങ്ങനെ റൗണ്ട് ചെയ്യാണ് ആ വീട് മൊത്തം. സംസാരം കേൾക്കുന്നുണ്ട്. ആരെങ്കിലും അയാളോ അയാളെ കുട്ടികളോ ആര് കണ്ടാലും മതി. അങ്ങനെ അയാൾ റൗണ്ട് അടിച്ചു വന്നു. അയാളോട് ചോദിച്ചു ഒരാള്, അവിടെ ഒരു കരിവേപ്പിലന്റെ ഒരു മരം കണ്ടില്ല നിങ്ങൾ എന്ന് ചോദിച്ചു. ഒരു പപ്പായന്റെ തൈ കണ്ടോ അവിടെ എന്ന് ചോദിച്ചു. അയാൾ എന്താ പറയാ? അയാൾ പറഞ്ഞു, ഞാൻ കണ്ടില്ല അറിയും. കാരണം അയാൾ കരിവേപ്പിലിന്റെ മരം തെരഞ്ഞ് നടന്നതല്ല, പപ്പായന്റെ എന്തോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നോക്കിയിട്ട് വന്നതല്ല അയാള് നോക്കുന്നത് വീട്ടിൽ ആരെങ്കിലും ഒരാൾ എന്നെ കാണുമെന്നാണ് നോക്കുന്നത്. അയാൾ അതിന്റെ പരിസരത്തുള്ളൊന്നും കണ്ടിട്ടില്ല. സത്യത്തിൽ ഒരു തവാഫ് ചെയ്യുന്ന ആള് അയാൾ ഈ ഒരു വലിയ ഫിക്കറിലാണ്. എന്റെ റബ്ബിനെ നോക്കിക്കൊണ്ടിരിക്കാണ്, ഞാൻ എന്റെ റബ്ബിന്റെ അടിമയാണ്, എന്റെ റബ്ബ് എന്നെ നോക്കിക്കൊണ്ടിരിക്കാണ്. ആ പ്രതീക്ഷയിൽ അയാൾ ഇങ്ങനെ ചുറ്റിയാണ്. ആർക്കോ ഉണ്ടാവും അതിൽ, ഏതൊക്കെയോ രാജ്യക്കാർ അയാളെ മുന്നിലുണ്ടാവും. ഒന്നും അയാളെ ബാധിക്കൂല തീർച്ച. അയാൾ വേറെ സ്ഥലത്തുള്ളത്. അങ്ങനത്തെ ഒരു അവസ്ഥ നമുക്ക് മത്താഫിൽ ഉണ്ടാവണം. നമുക്ക് ആ ഒരു ഹരണ്ടാവണം. യജമാനനെ കാണാനുള്ള ഫിക്കറിലാണ്. എവിടുന്നാണ് എന്റെ അള്ള എന്നെ സ്വീകരിക്കാൻ അറിയില്ല. വാതിൽമ പോയി തൂങ്ങിക്കൊള്ളണമെന്നില്ല. ആൾക്കാരെ ഇടിച്ച് തള്ളിയിട്ടിട്ട് പോയി തൂങ്ങണം എന്നൊന്നുമില്ല. വാതിലിന്റെ നേരത്തും അല്ല നിന്റെ വീടിന്റെ പടിവാതിൽക്കൽ അടിമ വന്നതാണ്. നീ ആട്ടി വിടരുത് പഠിച്ചവനെ, നീ എന്നെ തള്ളി വിടരുത് പഠിച്ചവനെ. ഞാൻ എന്റെ ദർബാറിന്റെ മുന്നിൽ വന്ന് ചോദിക്കാൻ പുറത്തു തരണേ പഠിച്ചു. മാപ്പാക്കി താല്ല. അടിമന്റെ കണ്ണ് നിറയുണ്ടാവും. മഖാം ഇബ്രാഹിമിന്റെ അടുക്കലെത്തുമ്പോൾ അയാൾക്ക് അറിയുണ്ടാവും, പഠിച്ചോനെ മഖാം ഇബ്രാഹിം എന്ന് നീ ഖുർആനിൽ പറഞ്ഞു. മഖാം ഇബ്രാഹിമിന്റെ അടുക്കലാണ് ഞാൻ ഉള്ളത്. ഇവിടുന്ന് വരാനൊന്നും പറ്റിയ ആളല്ല ഞാൻ, നീ കൊണ്ടുവന്നതാണ്, പുറത്തു തരാതെന്നെ വിടരുത്. എന്റെ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണേ, എന്റെ ഭാര്യ മക്കൾക്ക് പുറത്തു കൊടുക്കണേ, എന്റെ ഭർത്താവിന് പുറത്തു കൊടുക്കണേ. ഇത് പറയാനുള്ള മനസ്സിലുണ്ട് നിങ്ങൾക്ക്? അടുത്ത മേജർ ഇസ്മായിലായി പാത്തി അതിന്റെ നേരെയാണുള്ളത്. അപ്പൊ ഈ ഒരു അവസ്ഥയിൽ നമ്മളൊന്ന് തവാഫ് ചെയ്യാൽ നമ്മളെ തവാഫിൽ നമ്മളെ കണ്ണെന്ന് അറിയുണ്ടാവും. തവാഫിൽ കണ്ണെന്ന് അറിയില്ലെങ്കിലോ, ഇല്ലെങ്കിൽ ആൾക്കാർ ഫോട്ടോ എടുക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ വേറെ ഏതൊക്കെയോ അശ്രദ്ധയില്
എന്നിട്ട് തവാഫൊക്കെ കഴിഞ്ഞാൽ നമുക്കൊരു കൂട്ടർ ഹൃദയത്തിനൊരു എണ്ണം കൂടി ഒരു പൊടി എഫക്ട് ചെയ്തിട്ടുണ്ടല്ല. നമ്മളാണ് 15 ഉംറ ചെയ്ത് പറയും. 15 ഉംറ ചെയ്താണ്. ഓ ഭയങ്കര, എന്ത് ഭയങ്കരം ഗഫ്ലത്തോടു കൂടി, അശ്രദ്ധയോടു കൂടി, മനസ്സറിയാതെ ഇങ്ങനെ റൗണ്ട് ചെയ്തിട്ട് എന്താ കാര്യം? അതുകൊണ്ട് ഈ കാര്യം നല്ലപോലെ. പിന്നെ എങ്ങനെ അവിടുന്ന് ഫോൺ ചെയ്യാം? പിന്നെ എങ്ങനെ അവിടുന്ന് ഫോട്ടോ എടുക്കുക? ഒരാള് ഇടിച്ചു കയറി ഹജറുൽ അസ്വദിന്റെ അടുത്ത്, വാതിലിന്റെ അടുത്തേക്ക് എത്തി. വാതിലിന്റെ അടുത്ത് എത്തിയിട്ട് അയാൾ തിരിഞ്ഞിക്കാൻ, എല്ലാവരും വാതിലിനോട് ചേർന്ന് തള്ളിപ്പിടിക്കാനോ അയാൾ തിരിഞ്ഞിക്കാം. അപ്പൊ എന്താണ്, അയാൾക്ക് ബാക്കിൽ ആരുണ്ട്? പറവില്ല. അക്രമം ആലോചിക്കും. അവിടെ ഈ കാര്യങ്ങൾ നല്ലപോലെ ആലോചിക്കും, മനസ്സിലാക്കി ബോധത്തോടെ ചെയ്യും. നമ്മൾ വെറുതെ വന്നല്ലോ. അവിടെ തവാഫ് ചെയ്യുമ്പോൾ ഈ ബോധം നമുക്ക് ഉണ്ടാവണം. മഖാം ഇബ്രാഹിമിന്റെ പിന്നെ പോയി നിസ്കരിക്കണം. ഒരു കാര്യം എന്നോട് തുറന്നു പറഞ്ഞേക്കാൻ, മഖാം ഇബ്രാഹിമിന്റെ ഫുൾ ടൈറ്റ് ആണ് ഇപ്പം. സ്വസ്ഥമായിട്ട് നിങ്ങൾക്ക് 2 റക്അത്ത് നിസ്കരിക്കാൻ കഴിയില്ല. നിസ്കരിക്കുമ്പോഴത്തേനും പെണ്ണുങ്ങള് ആണുങ്ങൾ തള്ളില് മുന്നില് ഒരാളെ ഊരമലൊക്കെ സുജൂദ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് മഖാം ഇബ്രാഹിമിന്റെ പിന്നെ നിസ്കരിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, തിരക്കാണെങ്കിൽ കഅബന്റെ ഏത് ഭാഗത്ത് നിസ്കരിച്ചാലും തവാഫിന്റെ സുന്നത്തായി. നമ്മൾ ചെയ്യേണ്ടത് സമാധാനമായിട്ട് നിസ്കരിക്കണം. വേണ്ടത് മാറി ആടെങ്കിലും നിന്ന് 2 റക്അത്ത് നിസ്കരിച്ച് പഠിച്ചവനോട് പറയാം, അല്ലാ മഖാം ഇബ്രാഹിമിന്റെ പിന്നെ നിസ്കരിക്കാൻ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, അവിടെ ഭയങ്കര തിരക്കാണ്. അള്ളാഹു നീ എല്ലാം അറിയുന്നവനാണല്ലോ. ഹജറുൽ അസ്വദിനെ മുത്താൻ പൂതിന്റെ വെച്ച് അവിടെ ഭയങ്കര തിരക്കാണ്. അള്ളാന്റെ വീടിന്റെ അവിടെ അടിപൊളി ഉണ്ടാക്കുക. അത് കഴിഞ്ഞാൽ നേരെ പോകും സംസം കുടിക്കുക. സംസം ഒരു ഗ്ലാസ് കുറച്ചെടുത്ത് കുടിക്കുക. പള്ളി ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ഹറമിലേക്ക് കയറിയാൽ കുറച്ച് വെള്ളം കുടിക്കാവും. 1/2 ഗ്ലാസ് അത്യാവശ്യം ഉണ്ടെങ്കിൽ 1/2 ഗ്ലാസ് ഒക്കെ കുടിക്കാവും. സംസല്ലെന്ന് വിചാരിച്ച് മൊത്തം കുടിച്ചാല് നിസ്കാരം കഴിയുന്നതിന് മുമ്പ് എന്നെ എടുക്കൊണ്ടി വരും, മൂത്രയിക്കാൻ വേണ്ടി വരുമ്പോ. മഗ്‌രിബിനൊക്കെ കയറിയെങ്കിൽ ഇശാ വരെ നിൽക്കാൻ കഴിയില്ല. പിന്നെ ഇശാക്ക് മൂത്രയിച്ചാൻ പോയാൽ പിന്നെ നമ്മളെ ഇടയിൽ എത്തുക എന്നുള്ളത് നിങ്ങൾക്ക് അറിയല്ലോ. അവിടെ കയറുമ്പോൾ കുറച്ച് കുടിക്കുക, ആവശ്യമുണ്ടെങ്കിൽ മാത്രം കുടിച്ചാൽ മതി. തിരിച്ചു പോരുമ്പോ മാഷാഅല്ലാഹ് വയറ് മറച്ചു കുടിച്ചോളി. കാരണം നമ്മൾ റൂമിൽ കണ്ടു വരുന്നത്, നമുക്ക് സ്വസ്ഥമായിട്ട് മൂത്രയിക്കാം, അമലുകളും ഒക്കെ കാര്യങ്ങളൊന്നും നമുക്ക് കഴിഞ്ഞല്ലോ. അതുകൊണ്ട് തവാഫ് കഴിഞ്ഞ് സഈന് വേണ്ടി പോകുമ്പോൾ ഒരു കുറച്ച് വെള്ളം കുടിക്കുക, ബാക്കി കുറച്ച് വെള്ളം തലയിലേക്ക് കുടിക്കുക. എന്നിട്ട് നേരെ നടക്കുക സഫയിലേക്ക്. ഇന്ന സഫ വൽ മർവത മിൻ ശആയിരില്ലാഹ് ഫമൻ ഹജ്ജൽ ബൈത ഔ ഇഅ്തമറ ഫലാ ജുനാഹ അലൈഹി അൻ യത്തവഫ ബിഹിമാ വമൻ തതവ്വഅ ഖൈറൻ ഫഇന്നല്ലാഹ ഷാക്കിറുൻ അലീം എന്നുള്ള വിശുദ്ധ ഖുർആന്റെ ആയത്ത് ഓതി ഇങ്ങനെ സഫയിലേക്ക് കയറുക. നബിതങ്ങളുടെ സാഹസങ്ങൾ സഫയിൽ നിന്നാണ് തുടങ്ങിയത്. അവിടെ സഫയിലേക്ക് കയറുക. സഫയിൽ കയറി നേരെ കഅബയിലേക്ക് തിരിഞ്ഞിക്കുക. ദുആ ഖബൂലാകുന്ന സ്ഥലമാണ്. ദുആ ഖബൂലാകുന്ന സ്ഥലമാണ് ആ സഫന്റെ കുന്ന്. അവിടെ നിന്നുള്ള ദുആ. അതുകൊണ്ട് കഅബയിലേക്ക് നേരെ തിരിഞ്ഞിരിക്കുക, ദുആ ചെയ്യാം. ഞങ്ങളോട് ദുആ ചെയ്യാന്ന് പറഞ്ഞത് എപ്പോഴും ദുആ ചെയ്തുകൊണ്ടിരിക്കണം. ഹജ്ജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അമൽ എന്താണ്? ദുആയാണ്. നമ്മൾ ഇപ്പൊ അവിടുന്ന് വരുന്നിട്ടല്ലോ ഇനി എന്ത് വരക്കാനാണ്? ഇല്ലല്ല, എവിടുന്ന ദുആ കബൂലാകാന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ചോദിച്ചോണ്ടിരിക്കുക, എല്ലാവർക്കും വേണ്ടി ചോദിക്കുക. ഈ മനുഷ്യന്മാരെ മുഴുവൻ ഹജ്ജ് കബൂലാക്കണേ പഠിച്ചാണ്. ഏതൊക്കെയോ നാട്ടിൽ നിന്ന് നമ്മളെക്കാൾ കഷ്ടപ്പെട്ട് വന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. ചിലർ വീടൊക്കെ വിറ്റ് വന്ന ആൾക്കാരുണ്ടാവും. കഅബ കാണാനുള്ള കൊതിയുണ്ട്. നമുക്ക് നമ്മളെ കേരളക്കാരെ മാത്രമേ അറിയുള്ളൂ. ഈ ആഫ്രിക്കൻസ് ഒക്കെ, ആഫ്രിക്കൻ എന്നൊക്കെ വരുന്ന ആളുകൾ, നൈജീരിയ അവിടെ പോലുള്ള ഓരോ പ്രദേശത്ത് വരുന്ന ആൾക്കാരൊക്കെ പച്ചപ്പാവങ്ങളാണ്. ഉള്ള ജീവിതത്തിന്റെ വലിയ സമ്പാദ്യ മാർഗങ്ങളൊക്കെ കൊടുത്ത് ഒഴിവാക്കിയിട്ട് എങ്ങനെങ്കിലും അള്ളാന്റെ വീടൊന്ന് കാണണം എന്നുള്ള ഫിക്റിൽ വരുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് നമ്മൾ അങ്ങനെ ദുആ ചെയ്യണം. എല്ലാവരും ഹജ്ജ് കബൂലാണെന്നുള്ള ദുആ നടക്കണം. മനസ്സിലുണ്ടെങ്കിൽ പറഞ്ഞ്, അതുകൊണ്ട് അതിനുവേണ്ടി ദുആ ചെയ്യണം. ഹജ്ജിന്റെ കബൂലിയത്തിന് വേണ്ടി ദുആ ചെയ്തുകൊണ്ടേയിരിക്കുക. അതിനുശേഷം നമ്മൾ സഫയിൽ നിന്ന് നല്ലപോലെ ദുആ ചെയ്തതിന് ശേഷം നടക്കുക. ഒരു പച്ച ട്യൂബിലേക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നാട്ടിൽ നിന്ന് പറഞ്ഞതൊന്നും മനസ്സിലാവില്ല. ഇപ്പൊ കറക്റ്റ് ആണ്. ഇപ്പൊ ഈ ക്ലാസ് പറഞ്ഞാൽ നിങ്ങൾക്ക് വേഗം മനസ്സിലാവും. കാരണം ഇങ്ങനെ കാണാത്ത ആൾക്കാരൊക്കെ കണ്ട് ശീലമല്ലോ. നാട്ടിൽ നിന്ന് മത്താഫ്, ഹജറുൽ അസ്വദ്, ത്വാഫ്, പിന്നെ മഖാം ഇബ്രാഹിം എന്നൊക്കെ പറയുമ്പോഴത്തേനും ആൾക്കാർക്ക് എന്താവും? ആൾക്കാർക്ക് പ്രശ്നമാവും, മനസ്സിലാവില്ല. ഒരു സങ്കല്പമുണ്ട്, ഇപ്പൊ കണ്ടല്ലോ. അതുകൊണ്ട് ഇനി നല്ലപോലെ കേട്ട് ചെയ്ത് തുടങ്ങുക. സഫയിൽ നിന്ന് ഇങ്ങനെ പോകുമ്പോൾ പച്ചത്തുമ്പോൾ സാധാരണ നമ്മൾ ഇങ്ങനെ ഓടാൻ വേണ്ടി പറയുന്നുണ്ട്. പല മക്കൾ എഴുതുന്നുണ്ട്, സഫ കുന്നാണ്, മറവി ഒരു കുന്നാണ്, അതിന്റെ ഇടയിലുള്ള സ്ഥലമാണ് അത്. കുട്ടീനെ അവിടെ കിടത്തിയിട്ടാണ് ഹാജർ റളിയല്ലാഹു അൻഹ വെള്ളം അന്വേഷിക്കാൻ വന്നത്. കുട്ടീനെ ചെറുതായിട്ട് ഇങ്ങനെ കാണാൻ കഴിയാതാവുമ്പോഴുള്ള ഓട്ടാണെന്നാണ് പറയുന്നത്. നമ്മൾ അവിടെ ഓടുമ്പോൾ അവിടെ നടക്കുമ്പോൾ നല്ല AC, മാർബിള്, സെറ്റപ്പ്, ദാഹിക്കണേനൊക്കെ സംസം അടുത്ത്. നമ്മൾ മറന്നു പോവാണ്. നമ്മൾ ഏതോ രാവിലെ മോർണിംഗ് വാക്കിന് നടക്കുന്ന പോലെ ഈ പിന്നെ പാർക്കിലൂടെ ഒക്കെ നടക്കണ മാതിരി ആൾക്കാർ ഇങ്ങനെ ഭാര്യമാരെ കൂടെ പോലെ കൈയൊക്കെ പിടിച്ച് റാഹത്തായിട്ട് വർത്താനൊക്കെ പറഞ്ഞ് തമാശയൊക്കെ പറഞ്ഞ് റാഹത്തായിട്ട് ഇങ്ങനെ അന്തം വിട്ട് നടക്കാണ്. ചിലർ മൊബൈല്, ചിലർ എന്തൊക്കെ അവസ്ഥയിൽ. ഇതിങ്ങനെ നടന്ന് തീർത്താൽ മതി എന്നാണ് ആൾക്കാർ വിചാരിക്കുന്നത്. നടന്നു തീർത്താൽ മതി എന്നാണ് ആൾക്കാർ വിചാരിക്കുന്നത്. നടന്നു തീർക്കാനുള്ളതല്ലേ, നടന്നു തീർക്കാനുള്ളതല്ല, ഒരു വികാരത്തിന്റെ പ്രകടനമാണ്.
ഹജ്ജ് എന്ന് പറഞ്ഞാൽ എന്താ സത്യത്തിൽ നടക്കാത്തല്ല ഹജ്ജ് കൊണ്ടൊന്നുമല്ല. ഒരു കുടുംബ അള്ളാഹ്ക്ക് വേണ്ടി സഹിച്ച ത്യാഗങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താൻ വേണ്ടി കൊണ്ടുവന്നതാണ്. നമ്മൾ ഭൂമിയിൽ എന്തിനാ ജീവിക്കുന്നത് എന്നുള്ളതിന്റെ വ്യക്തമായ തെളിവ് പകർത്തിയെടുക്കാൻ കൊണ്ടാണെന്നാണ്. നേരെ എക്സിബിഷൻ ഒക്കെ കാണിക്കുന്നില്ല കുട്ടികളെ, അങ്ങനെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കലുണ്ടല്ലോ. എന്താ അവിടുന്ന് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് മെഡിക്കലിനുണ്ടാവും, അതേ മെക്കാനിക്കിനുണ്ടാവും, എല്ലാത്തിനുണ്ട്. ഇതേപോലെ ഈമാനിന്റെ ഒരു എക്സിബിഷനാണ്. സ്ഥലം കൊണ്ടൊന്ന് കാണിക്കുക, എന്നിട്ട് ഇവിടെ ഇതാണ് നടന്നത് എന്ന് പറയാം. അപ്പൊ നമ്മൾ അതിലൂടെ നടക്കുമ്പോൾ നമ്മളെ ഹൃദയത്തിന് ബോധം ഉണ്ടാവണം. ഒരു ഉമ്മ, സത്യത്തിൽ ഉമ്മാർക്ക് സ്വന്തം എത്രയും ദാഹം സഹിക്കും, സ്വന്തം എത്രയും പട്ടിണി സഹിക്കും, വാപ്പയും സഹിക്കും. പക്ഷെ ചെറിയ കുട്ടിയൊക്കെ ദാഹിച്ചിട്ട് വെള്ളം കൊടുക്കാൻ കിട്ടിയിട്ടില്ലെങ്കിൽ അതൊരു ഉമ്മക്ക് താങ്ങാൻ കഴിയില്ല, ഒരു വാപ്പക്ക് താങ്ങാൻ കഴിയില്ല. മക്കള് വിശന്ന് കരയാണെങ്കിൽ എങ്ങനെ സഹിക്കും? നമ്മൾ വേണമെങ്കിൽ പട്ടിണി കിടക്കും. ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കരച്ചിൽ താങ്ങാൻ കഴിയാതെ കരഞ്ഞു ഓടിയ ഒരു ഉമ്മന്റെ സ്ഥലത്തൂടെ നമ്മൾ നടന്നപ്പോൾ നമ്മുടെ മനസ്സിൽ എന്തുണ്ടായിരുന്നു നിങ്ങൾ പറയും? ഇവിടുന്ന് എന്താ പഠിക്കാൻ വന്നത്? ഇവിടുന്ന് അള്ളാനെ കാണാൻ വന്നതാണ്, അള്ളാനെ അറിയാൻ വേണ്ടി വന്നതാണ്, നേരിട്ട് അള്ളാന്റെ വീട്ടിൽ വന്നു അള്ളാനെ മനസ്സിലാക്കാൻ വേണ്ടി വന്നതാണ്. അല്ലാണ്ട് നടന്ന് കറങ്ങി എറിഞ്ഞു പോകാൻ വേണ്ടി വന്നതല്ല. ഒരു യാഥാർത്ഥ്യം ഉള്ളിലേക്ക് കയറ്റാൻ വേണ്ടി വന്നതാണ്. ആരും നിങ്ങൾ മക്കന്റെ പരിസരം കണ്ടല്ലോ, ഇപ്പം കാണുന്ന ബിൽഡിങ്ങുകൾ, അതിന്റെ ബാക്കിലൊക്കെ നോക്കിയാൽ മതി, വലിയ വലിയ പാറക്കൂട്ടങ്ങളാണ് ഫുള്ള്. ഇന്നിപ്പോ മക്ക ടവർ, ക്ലോക്ക് ടവർ ഉള്ളത്, പിന്നെ അതേപോലെ തന്നെ അതിന്റെ എപ്പോഴും തൊട്ടപ്പുറത്തുള്ള ബിൽഡിങ്ങുകളൊക്കെ. ഞാനൊക്കെ വരുന്ന കാലത്തൊക്കെ തന്നെ മലകളുണ്ട് അവിടെ, ജബലോമറൊക്കെ പച്ചക്ക് കാണാനുണ്ടായിരുന്നു. അപ്പൊ ഒക്കെ പൊളിച്ചിട്ട് അവിടെ അടി ഫുള്ള് പാറാണ്. അന്ന് ഇബ്രാഹിം അലൈഹി ഇസ്ലാം കുട്ടിനെ കൊണ്ടാക്കുന്നതിനെ പറ്റി ഖുർആൻ പറയുന്നുണ്ട്, ഒരു കൃഷിക്ക് അനുയോജ്യമല്ലാത്ത, മനുഷ്യവാസത്തിന് പറ്റാത്ത, പച്ച പുല്ലും കൂടി ഇല്ലാത്ത ഒരു സ്ഥലത്ത് കൊണ്ടുവന്നിട്ട് ഒരു ഭാര്യനെ, ഒരു കൈക്കുഞ്ഞിനെ ആക്കിയിട്ട് പോവാണ്. ഒറ്റക്കാലേക്ക് എവിടുന്ന് വരികയാണ്? ഇവിടുന്ന് കേട്ട് വന്നതല്ല, മക്കത്ത് നിന്ന് വന്നതല്ല, അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള പിന്നെ സാറ മൻസൂർന്നോ ജിദ്ദെന്നോ വന്നതല്ല, അങ്ങ് ഫലസ്തീന്ന് വന്നതാണ്. ആക്കിയിട്ട് പോവാണ്, ആക്കിയിട്ട് നിൽക്കല്ല. 2 ദിവസം നിരുന്ന സ്ഥലമൊക്കെ പരിചയപ്പെടുത്തി കൊടുത്ത് വെള്ളം എവിടെ ഉള്ളത് അത് കാണിച്ചു കൊടുത്തു ആക്കിയിട്ട് പോവാണ്. അപ്പോഴാണ് ഹാജർ റളിയല്ലാഹു അൻഹ ചോദിച്ചു, അല്ലാഹു മറക്കബിയാദ, എന്താ നിങ്ങൾ പോണെന്ന് ചോദിച്ചു, മറുപടി ഇല്ല. അപ്പൊ ചോദിച്ചു, അല്ലാഹു മറക്കബിയാദ, അള്ളാഹ് നിങ്ങളോട് കൽപ്പിച്ചതാണോ എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു അതെ എന്ന് തല കൊണ്ട് ആംഗ്യം കാണിച്ചപ്പോ, നിങ്ങൾ എന്ത് കണ്ടിട്ടാ പോണത് എന്നൊന്നും ചോദിച്ചില്ല, അള്ളാഹ് പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞപ്പോഴേക്കും അവര് പറഞ്ഞു, ഇതല്ല അള്ളാഹ് ഞങ്ങളെ പാഴാക്കൂല. ആ വാക്കൊന്നും ആലോചിക്കും. നമ്മളെ കൂടെ നമ്മളെ ഭാര്യ ഉണ്ട്, സ്കൂൾ സെറ്റപ്പ് ഉണ്ട്, ഫോണുണ്ട്, ഹറമ് നിറച്ചും സംസങ്ങളുണ്ട്, ഫുൾ ലൈറ്റ് ഉണ്ട്, നിർഭയത്വത്തിന്റെ സ്ഥലമാണ്. എന്നിട്ട് നമ്മളെ ഭാര്യനെ കാണാതെ നമുക്ക് ടെൻഷനാവും. നമ്മൾ ആലോചിച്ച് നോക്കി, അന്ന് ഹാജർ റളിയല്ലാഹു പറഞ്ഞ വാക്ക്. എന്നിട്ട് അടുത്ത ആരുമില്ല, ഒരു മനുഷ്യനില്ല. ഇബ്രാഹിം നബി പോയും ചെയ്തു. ഒറ്റക്ക് ഹാജർ റളിയല്ലാഹു അൻഹയും ആ ചെറിയ കൈക്കുഞ്ഞും ആ ചൂടുള്ള മക്കയും എന്തൊക്കെയാണ് അനുഭവിച്ചത് അവർക്കും ഒരു അള്ളാഹ്ക്കും മാത്രമേ അറിയുള്ളൂ. സാറിന് അള്ളാഹ്ക്ക് വേണ്ടി നിന്ന ഒരു സ്ത്രീന്റെ കഥ, അത് സഫയിലും മറുവയിലും നമ്മൾ കാണണം. നമുക്ക് എല്ലാ സെറ്റപ്പും ഉണ്ടായിട്ട് നമുക്ക് അങ്ങനെ അറിയില്ല, അള്ളാഹുവിൽ വരമേൽപ്പിക്കാൻ നമുക്ക് കഴിയുന്നില്ല. നമ്മളിപ്പോഴും വസ്തുക്കളിലാണുള്ളത്. എന്റെ പൈസ ഉണ്ട്, എന്റെ ഉദ്യോഗം ഉണ്ട്, എന്റെ അതുണ്ട്, എന്റെ ഇതുണ്ട്, ഇതൊക്കെ കണ്ടാൽ ഞാൻ രക്ഷപ്പെടും. ഇല്ല സാറന്മാരെ, ഒന്നുമില്ലാത്തവർക്കും ആരുണ്ട്? എല്ലാം ഉള്ളതിനോട് കൂടി ആരുണ്ട്? മുഅ്മിനാണ്. സബ് കുച്ച് ഹോനെ കെ ബാവജൂദ് അല്ലാഹ് നഹീ തോ കുച്ച് ഭീ നഹീ. എല്ലാം ഉള്ളതിനോട് കൂടി, പൈസ ഉണ്ട്, ബാങ്ക് ഉണ്ട്, അധികാരമുണ്ട്, സെറ്റപ്പ് എല്ലാം ഉണ്ട്. ആരില്ല? അല്ലല്ലെങ്കിൽ കുച്ച് ഭീ നഹീ, അവന്റെ ഒന്നുമില്ല. കുച്ച് ഭീ ന ഹോനെ കെ ബാവജൂദ് അല്ലാഹ് ഹൈ തോ സബ് കുച്ച് ഹൈ. ഒന്നുമില്ല ഒരാളിൽ, പൈസ ഇല്ല, ഒന്നുമില്ല, പക്ഷെ അവന്റെ കൂടെ ആരുണ്ട്? അല്ലുണ്ടെങ്കിൽ സബ് കുച്ച് ഹൈ, അവന്റെ എല്ലാം ഉണ്ട്. ഇത് പഠിക്കാൻ വരികയാണ് നമ്മൾ അള്ളാഹിനെ സ്വന്താക്കാൻ വരിക. അള്ളാഹിനോടുള്ള ഇഷ്ടം, അള്ളാഹിനോടുള്ള മഹബത്ത്, അതിനുള്ള നടത്തുന്നത്. അവൻ മറുവയിലൂടെ, സഫ മറുവയിലൂടെ നടക്കുമ്പോൾ നമുക്ക് അലസത ഉണ്ടാവുന്നുണ്ട്. നമുക്ക് ഒരു പ്രത്യേക അവസ്ഥ, എങ്ങനെ തീർക്കാനുള്ള തീർക്കാനുള്ള മെയിൻ ഉണ്ടാവൂല. ഞാൻ ഈ പറഞ്ഞ കാര്യത്തിലൂടെ ഇങ്ങനെ അന്നിലേക്ക് പോയി. എനിക്ക് ഈ അള്ളാഹ് എത്ര ഉപകാരം, ഞാൻ അള്ളാഹിനെ അറിയില്ല, എനിക്ക് അള്ളാഹിനെ മനസ്സിലായില്ലല്ലോ, എന്റെ റബ്ബിനോട് എത്ര കരുണ ഇത് കുറച്ചു. അങ്ങനെ പറയുമ്പോ നമ്മളെ കാര്യം നമുക്ക് കണ്ണു നിറയും. ഒറ്റക്ക് അള്ളാഹിനോട് പറഞ്ഞിട്ട് ഇങ്ങനെ പോവാ, ഞാനൊരടിമയാണ്, 50 കൊല്ലം, 40 കൊല്ലം, 60 കൊല്ലം, 35 കൊല്ലമൊക്കെ ഏതൊക്കെ അവസ്ഥയിലായല്ലോ കുറച്ചു. പുറത്ത് ഈ നേരങ്ങളെ സ്വീകരിച്ച് ആ മനുഷ്യന് യഖീൻ നൽകിയാൽ ഭാഗ്യവാനാണ്.
അതിനാണ് ഈ നടത്തം. മറുവയിലെത്തും, മറുവയിൽ സഭയിലേക്ക് വീണ്ടും ദുആ ചെയ്തുകൊണ്ടേയിരിക്കും. പിന്നെ ചെയ്യാനുള്ള അമൽ മുടി കളയലാണ് നമ്മൾ ചെയ്യുന്നത്. ഇഹ്റാം കെട്ടിയപ്പോ നമ്മളോട് പറഞ്ഞിരുന്നു മുടി കളയാൻ പറ്റൂല, രോമം കളയാൻ പറ്റൂല, നഖം കളയാൻ പറ്റൂല. ഇവിടെ വരുമ്പോ പറയാം ഫുള്ള് കളയണം. എന്തിനാ ഫുള്ള് കളയുന്നത്? സത്യത്തിൽ നമ്മൾ സാധാരണ പറയില്ല, എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടായാൽ പറയും, ആ ഓനെ ശരിയാക്കി കൊടുക്കാം, എനിക്ക് ഓണം ഒന്നും ചെയ്യില്ല, ചുക്കും ചെയ്യില്ല. നമ്മളെ മലബാറിൽ പറയും അവന്റെ രോമം തൊടില്ല ചെയ്യുന്നത്. എല്ലാം പറയില്ലേ, അവന്റെ രോമം തൊട്ടാലാണ് ഈ വിവരം അറിയുന്നത്. എന്നുവെച്ചാൽ മനുഷ്യൻ അവന്റെ ശരീരത്തിലെ ഏറ്റവും നിസാരമായി കാണുന്ന സാധനം മുടി, രോമം. നമ്മൾ എന്താണ് ഈ ഉംറയിലൂടെ പറയുന്നത് നിങ്ങൾക്ക്? പടച്ചവനെ നീ കളയണ്ട എന്ന് പറഞ്ഞാൽ, കളയണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ കളയിൽ പടച്ചവനെ, നീ കളയാൻ പറഞ്ഞാൽ ഞാൻ കളയും ചെയ്യും. എന്റെ മുടിന്റെ കാര്യത്തിലും കൂടി എനിക്ക് സ്വന്തമായിട്ട് തീരുമാനമില്ല പടച്ചവനെ, നീ എന്താണ് പറഞ്ഞത് അതനുസരിക്കുന്ന ഒരു അടിമയാണ് ഞാൻ. അടിമത്തത്തിന്റെ ഇൽഹാർ, അടിമത്തത്തിന്റെ വെളിപ്പെടുത്തലിന് വേണ്ടിയിട്ടാണ് ഹാജിനെ കൊണ്ടുവരുന്നത്. ആ നമ്മൾ അങ്ങനെ തന്നെ മനസ്സിലാക്കണം, അടിമത്തത്തിന്റെ വെളിപ്പെടുത്തൽ. അതോടുകൂടി ഉംറന്റെ അമലുകൾക്ക് ഇനി ബാക്കിയുള്ള അമലുകൾ ഇതിപ്പോ നമ്മളത് കഴിഞ്ഞതാണ്. ഇനി നമുക്ക് ഇൻഷാ അല്ലാഹ് ഹജ്ജ് വരാൻ വേണ്ടി പോവാണ്. ഹജ്ജ് എന്ന് പറഞ്ഞാൽ എന്തോ സംഭവമാണെന്ന് വിചാരിച്ചിരിക്കുകയാണ് നമ്മള്. ഉംറ കുറെ സംഭവം എന്ന് വിചാരിച്ചപ്പോ കഴിഞ്ഞു. ഹജ്ജ് എന്തോ സംഭവമാണെന്ന് വിചാരിക്കും. ഹജ്ജും സത്യത്തിൽ വളരെ ഒരു ഭയപ്പാടിന്റെ ആവശ്യമില്ല, പേടിക്കുക ചെയ്യരുത്, പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മളെ യജമാനൻ അള്ളാഹുവാണ്, നമ്മൾ അള്ളാഹ്ക്ക് വേണ്ടിയാണ് വന്നത്. അതുകൊണ്ട് കാര്യങ്ങളെ നടത്തുക എന്നുള്ളത് അള്ളാന്റെ ഏർപ്പാടുകളിൽ പെട്ടതാണ്. അതുകൊണ്ട് ഹജ്ജിലൊന്നും ചെല്ലൽ നിർബന്ധമില്ല, ഉംറയിൽ നിർബന്ധമില്ലാത്ത പോലെ തന്നെ പേടിക്കാനൊന്നുമില്ല, ചെയ്യാൻ വളരെ സിമ്പിൾ ആണ് ഹജ്ജിന്റെ കാര്യങ്ങൾ. ദുൽഹജ്ജ് 8, 9, 10, 11, 12 അല്ലെങ്കിൽ 13. ആകെ ഹജ്ജ് എന്ന് പറഞ്ഞ സംഭവം 6 ദിവസത്തെ പരിപാടി അല്ലെങ്കിൽ 5 ദിവസത്തെ പരിപാടി. ഇത്ര സിമ്പിൾ സാധനമാണ്. നിങ്ങൾ ഇനി ഹജ്ജ് കുറച്ചനെ ബേജാറൊന്നും മാനസികമായി റെഡിയാവുക എന്നുള്ളത് മാത്രമേ ആവശ്യം. ഞാൻ ഈ പറഞ്ഞ പോലെ അല്ലാതൊക്കെ എല്ലാം എളുപ്പമാണ്. ഹജ്ജ് ദുൽഹജ്ജ് 7-ന്, ദുൽഹജ്ജ് 8-നാണ് മിനയിൽ എത്തേണ്ടത്. ദുൽഹജ്ജ് 8-ന് രാത്രി മിനയിൽ പാർക്കണം. പക്ഷെ ഇത്ര ലക്ഷക്കണക്കിന് ഹാജികളുണ്ട്, എല്ലാരും ദുൽഹജ്ജ് 8-ന് രാത്രി ഒന്നും കൊണ്ടായാലും എത്തൂല. അതുകൊണ്ട് ചിലപ്പോ ഹാജിമാരെ ദുൽഹജ്ജ് 7-ന്റെ അന്ന് എന്ത് ചെയ്യും, രാവിലൊക്കെ കൊണ്ടുപോകും, ചിലപ്പോ ഉച്ചക്ക് കൊണ്ടുപോകും. കാരണം അവിടെ എത്തിക്കണ്ടേ. അതുകൊണ്ട് നമ്മളോട് എപ്പോഴാണോ പറഞ്ഞത് നമ്മൾ ബോർഡ് ഇവിടെ എഴുതി തൂക്കാൻ മതിയോ, നിങ്ങളെ ഉത്തരവാദിത്തപ്പെട്ട ആൾ എത്ര സമയത്ത് ബസ് വരും. അപ്പൊ നമ്മള് അതിന് റെഡിയാവുക, മിനയിലേക്ക് പോവുക. എന്താണ് മിനയിൽ ദുൽഹജ്ജ് 8-ന്റെ അന്ന് പരിപാടി? ദുൽഹജ്ജ് 8-ന്റെ അന്ന്, ദുൽഹജ്ജ് 7-ന്റെ അന്ന് തന്നെ ചിലപ്പോ കൊണ്ടുപോകും. 7-ലെത്തിയാലും 8-നായാലും ദുൽഹജ്ജ് അന്ന് അവിടെ ഒരു പരിപാടി ഇല്ല. അന്ന് എന്ത് ചെയ്യണം, സ്ഥലം മാറ്റൽ നടക്കാൻ. ഈ സ്ഥലം മാറ്റുന്നത് എന്തിനാണ് പറഞ്ഞാല് മനുഷ്യന്റെ ചിന്തകളിൽ നിന്ന് അവനെ വേർപെടുത്തുക. ഇപ്പൊ ഇവിടങ്ങൾ വന്ന ഒരു 10-20 ദിവസം കഴിയുമ്പോൾ ഇതുമായിട്ട് നിങ്ങൾ എന്തായിട്ടുണ്ടാവും, അറ്റാച്ച് ആയിട്ടുണ്ടാവും. ഇങ്ങനെ ഇവിടുത്തെ ബാത്റൂം, ഇവിടുത്തെ അത്, ഇവിടുത്തെ പള്ളി, ഇവിടുത്തെ അത് എന്നൊക്കെ ആയിട്ട് ഒരു അറ്റാച്ച്മെന്റ് ഇവിടെ ഇങ്ങനെ ഉണ്ടാവും. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അതാണ്, എവിടെങ്ങനെ പോയി മനുഷ്യൻ നിന്നാൽ അതുമായിട്ടൊരു അറ്റാച്ച്മെന്റ് ഉണ്ടാവും. അതുകൊണ്ട് വേഗം അവിടുന്ന് വേർപെടുത്താൻ, എന്നിട്ട് ഒരു ഒറ്റപ്പെട്ട സ്ഥലത്ത് കൊണ്ടുപോയിട്ടാണ്. ഒറ്റപ്പെടലുകൾ മനുഷ്യനെ എപ്പോഴും ചിന്തിക്കാൻ അവസരം നൽകും. ഉണ്ടാവില്ലേ. ഇപ്പൊ ഇവിടെ വന്നിട്ട് നമുക്ക് കുറെ സമയമുണ്ട് കാര്യങ്ങളൊക്കെ കേൾക്കാനും പഠിക്കാനും ചിന്തിക്കാനൊക്കെ. നാട്ടിലാണ് ഇത്തിരി ഉണ്ടാവില്ല. ഇതേപോലെ മിനയിൽ കൊണ്ടുപോയിട്ടില്ലാണ്. എന്തിനാണ് മിനയിൽ കൊണ്ടുപോയിരുന്നത്? അള്ളാഹുവിനെ ഓർക്കാൻ. മിനയിലെ കാര്യപ്പെട്ട അമൽ അള്ളാഹിനെ ഓർമ്മിക്കലാണ്. അള്ളാഹിനെ ഓർമ്മിക്കാറാണ് നമ്മൾ ഉടനെ വിചാരിക്കും സുബ്ഹാനല്ലാഹ് ഇല്ല, അൽഹംദുലില്ലാഹ് ഇല്ല, അള്ളാഹു അക്ബർ ചില സുബ്ഹാനല്ലാഹ്. ദിക്ർ എന്ന് പറഞ്ഞാൽ നമുക്ക് അതാണ് ഓർമ്മ തന്നെ. ദിക്ർ എന്ന് പറഞ്ഞാൽ അത് മാത്രമല്ല, അള്ളാഹിന്റെ സ്മരണ ഉണ്ടാവണം, ഓർമ്മ ഉണ്ടാവണം, അള്ളാഹിനെ പറ്റി ചിന്തിക്കണം. പടച്ചവനോട് ചെയ്ത ഉപകാരം, ആ അവസ്ഥകൾ. എത്രയോ ആൾക്കാർ ലോകത്ത് ഇതേപോലത്തെ ടെന്റിൽ വർഷം മുഴുവൻ കഴിയുന്നുണ്ട്. ഉണ്ടോ ഇല്ലേ വൈ? എത്രയോ ആൾക്കാർ കഴിയില്ലേ? റോഡിന്റെ സൈഡുകളിൽ വർഷം മുഴുവൻ ജീവിക്കുന്ന ആൾക്കാരുണ്ട്. പല രാജ്യങ്ങളിൽ പോയാൽ, പല സ്ഥലങ്ങളിൽ പോയാലൊക്കെ നമുക്ക് കാണാം, പല സ്ഥലങ്ങളിൽ. അവിടെ നമ്മൾ ആലോചിക്കും, നമ്മൾ ടെന്റിൽ അവിടെ അള്ളാഹുവിനെ ഓർമ്മിക്കുക, അറഫക്ക് വേണ്ടി ഒരുങ്ങാൻ വേണ്ടി പോവാണ് ആദ്യം. അങ്ങനെ ദുൽഹജ്ജ് 8-ന്റെ അന്ന് രാത്രി ചിലപ്പോൾ നമ്മളെ കൊണ്ടുപോകുന്നു ഒരു അർദ്ധരാത്രി കഴിഞ്ഞതിന് ശേഷം. എവിടേക്ക്? അറഫയിലേക്ക്. ദുൽഹജ്ജ് 9-ന് അറഫയിലുണ്ടാകുക, ദുൽഹജ്ജ് 8 മിനയിൽ. പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, അള്ളാഹിനെ ഓർമ്മിക്കാൻ, നിസ്കരിക്കാൻ, അമൽ ചെയ്യാം, ബസ്. പിന്നെ ചിലപ്പോ 8-ന്റെ അന്ന് രാത്രി തന്നെ കൊണ്ടുപോകും. എവിടേക്ക്? അറഫയിലേക്ക്. ദുൽഹജ്ജ് 9-ന് ളുഹറിനാണ് എവിടെ എത്തേണ്ടത്? അറഫ. അപ്പം ദുൽഹജ്ജ് 9-ന്റെ രാത്രി നമ്മളെ കൊണ്ടുപോകും. ദുൽഹജ്ജ് 8-ന്റെ പകൽ അവസാനിച്ച് 9-ന്റെ രാത്രിയിൽ നമ്മളെ കൊണ്ടുപോകും. രാത്രിയാണല്ലോ ആദ്യം വരല്. അതുകൊണ്ട് രാത്രി ദുൽഹജ്ജ് 9-ന്റെ രാത്രിയിൽ നമ്മളെ കൊണ്ടുപോകും. ദുൽഹജ്ജ് സുബീക്ക് മിക്കവാറും എല്ലാവരും എവിടെ ഉണ്ടാവുക? ദുൽഹജ്ജ് 9-ന് അറഫയിലാണ് ഉണ്ടാവുക. അവിടെ അറഫ തുടങ്ങലപ്പോഴാണ് ളുഹറിന്. അപ്പൊ
അപ്പൊ ദുൽഹജ്ജ് 9 അന്ന് പകൽ അവിടെ എത്തി. അപ്പൊ എന്ത് ചെയ്യാറുണ്ട്, ചെന്ന പാടന്നെ ഒന്ന് പിന്നെ എന്തെങ്കിലും ഭക്ഷണം എന്തെങ്കിലുമൊക്കെ കഴിച്ച് വൃത്തിയായി നല്ല സമാധാനത്തിൽ ഉറങ്ങുക. വെറുതെ വർത്താനം ഒന്നും പറഞ്ഞ് നിൽക്കാതെ കുറച്ചു നേരം ഉറങ്ങിയൊക്കെ ആയതിനു ശേഷം പിന്നീട് ഉളുവൊക്കെ എടുത്ത് റെഡിയായി നിൽക്കുക. ളുഹറിന്റെ ബാങ്ക് കൊടുക്കലോട് കൂടി എന്ത് ചെയ്യാ, ളുഹറിന്റെ ബാങ്ക് കൊടുക്കലോട് കൂടി നമ്മുടെ നമസ്കാരം അതോടുകൂടി അറഫ ചാലുവായി. ളുഹർ മുതൽ അസ്തമയം വരെ മഗ്രിബ് വരെയുള്ള സമയമാണ്. ഹജ്ജിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാധനമാണ്. നമുക്കറിയാം അൽ ഹജ്ജു അറഫ. ഹജ്ജ് എന്ന് പറഞ്ഞാൽ അറഫയാണ്. അറഫയിൽ എന്താ പരിപാടി? അറഫയിൽ ഒരു പരിപാടി ഇല്ല. ഓറിസ്കരിക്കുക, ആസ്കരിക്കുക, പിന്നെ ദ്വാരിക്കുക. വേറെ കാര്യം ഇന്നത് ഓർക്കണമില്ല. അവിടെ എങ്ങനെ ഉണ്ടായാൽ മതി. പക്ഷെ ആ ഉണ്ടാവലല്ല, അതൊരു വലിയ സംഭവമാണ്. അറഫക്ക് എന്താ അത്ര വലിയ പ്രത്യേകത? അറഫ ഈ ചെക്കിങ്, ഇവിടെ പോലീസ് ചെക്കിങ്, ജിദ്ദക്കാരെ കണ്ട് വിടാതിരിക്കല്, ഫുൾ എത്ര സമയം വരെ ഉള്ളു ഒരേങ്ങൾക്ക്? എത്ര സമയം വരെ ഉള്ളു? ദുൽഹജ്ജ് 9 കഴിഞ്ഞാൽ തുറന്നു വിടും. കാരണം എന്താ പറഞ്ഞാൽ അത് കഴിഞ്ഞോടുകൂടി എന്ത് കഴിഞ്ഞ് ഇനി ഒരുത്ത വന്ന് ഒളിച്ചിട്ട് ഇവിടെ മീനയിൽ കല്ലെറിഞ്ഞിട്ടൊന്നും എന്തില്ല, കാര്യമില്ല. അതുകൊണ്ട് അറഫന്റെ കാതൽ ആണ്, ഹജ്ജിന്റെ കാതലാണ് അറഫ. എന്താ അറഫക്ക് ഇത്ര വലിയ പ്രത്യേകത? നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 23 കൊല്ലം ഒരു സമൂഹത്തിന്റെ പിന്നിൽ പണിയെടുത്തു, ഒരു സമുദായത്തിന്റെ പിന്നിൽ അവരെ മെരുക്കിയെടുത്തു, അവരിൽ ഗുണങ്ങൾ ഉണ്ടാക്കി, ടോപ്പ് ക്വാളിറ്റി ഉള്ള ആൾക്കാരാക്കി, തുല്യതയില്ലാത്ത മാതൃകകളാക്കി സഹാബാക്കളെ. എന്നിട്ട് അവരും കൂട്ടി നബിതങ്ങൾ ശാസ്ത്രം തങ്ങളുടെ ജീവിതത്തിന്റെ അവസാന സമയത്ത്, പിന്നൊരു ദുൽഹജ്ജിൽ ആര് ജീവിച്ചിട്ടില്ല, തങ്ങളുടെ അവസാനത്തിൽ തങ്ങൾ കൊണ്ടുവന്നു, അറഫയിൽ കൊണ്ടുവന്ന് ഹാജരാക്കി. നിങ്ങൾ ജബലുർ റഹ്മൊക്കെ കണ്ടോ? ആ, അപ്പൊ ജബലുർ റഹ്മാന്റെ മുകളിലുള്ള തൂണൊക്കെ പോയി തൊട്ടില്ലേ? അത് കുറെ മലകളുള്ള സ്ഥലമാണ്. അതുകൊണ്ട് ഇതാണ് ജബലുർ റഹ്മ എന്ന് അറിയാൻ വേണ്ടി സൗദി ഗവൺമെന്റ് വെറുതെ ഒരു അടയാളം ഉണ്ടാക്കിയതാണ്. ആ തൂൺ, ആ തൂണൊന്നുമല്ല. അതിന്റെ മുകളിലേക്ക് നബിതങ്ങൾ ശാസ്ത്രങ്ങൾ കയറിയിട്ടില്ല. അതിന്റെ ഒരു സൈഡില് നബിതങ്ങൾ ശാസ്ത്രങ്ങൾ നിന്നു, സഹാബാക്കൾ മൊത്തം നിന്നു. അവിടെ നിന്ന് നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു പ്രഖ്യാപനം നടത്തി. തങ്ങളുടെ വിടവാങ്ങൽ പ്രസംഗം, ഹജ്ജത്തുൽ വിദാഅ് തങ്ങൾ നടത്തിയ ഒരു വിടവാങ്ങൽ പ്രസംഗം, അറഫ പ്രസംഗം എന്നൊക്കെ പറഞ്ഞിട്ട് തെർജുമൊക്കെ ചെയ്ത് നമ്മളെ പള്ളിയിലൊക്കെ ചിലപ്പോൾ തൂക്കിയിട്ടുണ്ടാവും. അതൊരു വല്ലാത്ത പ്രസംഗം. പറ്റെങ്കിൽ നിങ്ങളതൊന്ന് വായിച്ചു നോക്കണം. അതിൽ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മൊത്തം കാര്യങ്ങൾ സംക്ഷിപ്തമായി പറഞ്ഞു. ബന്ധങ്ങൾ, ഇടപാടുകൾ, മറ്റുള്ളവരെ ബഹുമാനിക്കൽ, മറ്റുള്ളവരെ രക്തം, അവന്റെ സമ്പത്ത്, അവന്റെ അഭിമാനമൊക്കെ എല്ലാവരുടെ മേലും എന്താണ്, ഹറാമാണ് എന്നൊക്കെ പറഞ്ഞു. കഹുർമത്തി യൗമിക്കും ആദാ വഫീ ശഹരിക്കും ആദാ വഫീ ബലദിക്കും ആദാ എന്നൊക്കെ പറഞ്ഞു. ഈ ദിവസം പോലെ, ഈ നാട് പോലെ, ഈ മാസം പോലെ പവിത്രമാണ് നിങ്ങളുടെ രക്തവും നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ അഭിമാനവും. മറ്റുള്ളവരുടെ, ഒരാളുടെ സമ്പത്തിന്റെ മേൽ, ഒരാളുടെ അധികാരത്തിന്റെ മേൽ, ഒരാളുടെ അഭിമാനത്തിന്റെ മേൽ ഒന്നും നിങ്ങൾ കൈവെക്കരുതേ എന്ന് പറഞ്ഞു നബിതങ്ങൾ ശാസ്ത്രങ്ങൾ. ലോക ഒരു വിമോചന പ്രഖ്യാപനം പോലെ തങ്ങൾ സംസാരിച്ചു. എന്നിട്ട് അതിന്റെ അവസാനത്തിൽ തങ്ങൾ പറഞ്ഞതാ, നബിതങ്ങൾ ശാസ്ത്രങ്ങളുടെ ആ ഒരു സമയത്തുള്ള തങ്ങളുടെ വാക്കുകളിലൊക്കെ ഇടക്കിടക്ക് തങ്ങൾ ഇത് പറയും, ലാലി ലാ അൽഖാകും ബഅദ ആമി ഹാദാ, ഒരു പക്ഷേ ഈ വർഷത്തിന് ശേഷം എന്നെ നിങ്ങൾ ഇനി കണ്ടോളണമെന്നില്ല എന്ന് തങ്ങൾ ഇടക്കിടക്ക് ഇങ്ങനെ പറയും. തങ്ങളുടെ അള്ളാഹുവിലേക്കുള്ള യാത്രന്റെ സൂചനകൾ നൽകിക്കൊണ്ടിരുന്നു. അതുകൊണ്ട് അവസാനമായി തങ്ങൾ പറഞ്ഞതാ, 10-23 കൊല്ലം നിങ്ങളെ ഞാൻ കൊണ്ടു നടന്നു, ഈ ദീനിന്റെ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് എത്തിച്ചു തന്നു, ഞങ്ങൾക്ക് എത്തിച്ചു തന്നില്ലേ എന്ന് ചോദിച്ചു. അലാ ഹൽ ബല്ലഗ്തു, ഞങ്ങൾക്ക് എത്തിച്ചു തന്നില്ലേ എന്ന് ചോദിച്ചു. 1,00,000 ചില്ലാനം സഹാബാക്കൾ ഒന്നടങ്ങ് പറഞ്ഞു, ബല, അതെ ഞങ്ങൾക്ക് എത്തിച്ചു തന്നു, തങ്ങൾ ഉത്തരവാദിത്തം പൂർത്തിയാക്കി. എന്നിട്ട് നബിതങ്ങൾ ശാസ്ത്രം തങ്ങൾ ആകാശത്തേക്ക് വിരൽ ചൂണ്ടി, തങ്ങളുടെ മുബാറക്കായ വിരൽ, ചന്ദ്രനെ പുലർത്താൻ വേണ്ടി ചൂണ്ടിയ ആ വിരൽ ആകാശത്തേക്ക് ചൂണ്ടിട്ട് നബിതങ്ങൾ ശാസ്ത്രം പറഞ്ഞു, അല്ലാഹുമ്മ അശ്ഹദ്, അല്ലാഹുമ്മ അശ്ഹദ്, അല്ലാഹുമ്മ അശ്ഹദ്. പടച്ചവനെ, ഈ കാണുന്ന ഈ സമുദ്രം പോലെ നിൽക്കുന്ന ഈ എന്റെ സഹാബാക്കൾ ഇതാ ഇവര് പറഞ്ഞു, ഞാൻ അവർക്ക് എത്തിച്ചു, നീ സാക്ഷിയാണ് പടച്ചവൻ. അത് അറഫന്റെ മണ്ണെന്നാണ് നബിതങ്ങൾ ശാസ്ത്രങ്ങൾ സഹാബാക്കളെ സാക്ഷിയാക്കിയത്. എന്നിട്ട് പറഞ്ഞു, ഇവിടെ ഹാജരുള്ളവർ ഹാജറില്ലാത്തവർക്ക് എത്തിച്ചു കൊടുക്കണേ. ഇവിടെ ഹാജറുള്ളവർ ഹാജറില്ലാത്തവർ. അത് കേട്ടിട്ടാണ് ലോകത്തേക്ക് സഹാബാക്കൾ പോയത്. 1,24,000 സഹാബാക്കൾ ഉണ്ടായിരുന്നു ഹജ്ജിൽ എന്ന് പറയുന്നത്. തങ്ങളെ വഫാത്തിന്റെ സമയത്ത് ചില ഉലമാക്കൾ പറഞ്ഞു 2,00,000 സഹാബാക്കൾ ലോകത്തുണ്ട്. പക്ഷെ അതിലാകെ മദീനയിലൊക്കെ ഉള്ളത് ആകെ 12,000 സഹാബാക്കളൊക്കെ ഖബറുകൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള സഹാബാക്കളുടെ ഖബറുകൾ ലോകത്തിന് നാനാഭാഗത്താണ്. അവിടെ റൗളത്തും റിയാദിൽ ജന്ന എന്ന് പറഞ്ഞ മദീനയിലെ നമ്മളൊക്കെ ടോക്കണൊക്കെ എടുത്തിട്ട് കയറാൻ നിൽക്കുന്ന റൗളന്റെ ഫുൾ ഉത്തരവാദിയായിരുന്നു ബിലാൽ ബിൻ റബാഹ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ ഖബർ എവിടെ ഉള്ളത്?
എവിടെയല്ലേ? ഡമസ്കസിലാണ്, ദിമഷ്കിലാണ്. ഈ ദീനുമായിട്ട് പോയതാണ്, അല്ലാതെ വേറെ. അതുകൊണ്ട് ദീന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങളും അറഫ പോയിട്ട് നിൽക്കുന്നത്. നമ്മളെ സമ്പത്ത് പെരണ്ടാക്കാനും കാറ് മോടി പിടിപ്പിക്കാനും മക്കളെ കെട്ടിക്കാനും കല്യാണത്തിന് അടിച്ചു വീശാനുള്ളതല്ല. അള്ളാഹുവിനെ അറിയാത്ത എത്രയോ മനുഷ്യ ലോകത്തുണ്ട്. നമ്മളെ നാട്ടിലുണ്ട്, ലോകം തന്നെ വേറെ ഇടുന്നല്ല. അള്ളാഹിനെ അറിയാത്ത ആൾക്കാർ, കെലിമ ചൊല്ലി നിസ്കാരം അറിയാത്ത ആൾക്കാർ, കെലിമ ചൊല്ലി അള്ളാഹിനെ അറിയാത്ത ആൾക്കാർ. ഈ മനുഷ്യന്റെ കൈയും കാലും പിടിക്കാനുള്ള ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ വേണ്ടിയിട്ടാണ് അറഫയെ വരുന്നത്. അന്ന് ജിദ്ദ പോകാൻ പറ്റൂല, അന്ന് വേറെ എവിടെയെങ്കിലും ആവാൻ പറ്റൂല. രോഗികളെ വരെ ഗവൺമെന്റ് ആംബുലൻസിലാക്കിയിട്ട് അവിടെ കൊണ്ടുവരും, അറഫയെ കൊണ്ടുവന്നിട്ടിടും. അവിടെ നിന്നാ മതി, ആ സാക്ഷിയായാൽ മതി ആ മണ്ണിൽ. അതുകൊണ്ട് അറഫന്റെ അമൽ വിളജ് 9 ളുഹർ മുതൽ മഗ്‌രിബ് വരെ ഫുള്ള് ദുആ, കരഞ്ഞ് ദുആ ചെയ്യാം. ലോകത്ത് ഇങ്ങനത്തെ ഒരു സ്ഥലം വേറുണ്ടാവില്ല. ഇപ്പൊ നമ്മള് ഹറം ഫുൾ ടൈറ്റ് ആണ് അല്ലെ, മത്താഫൊക്കെ ഫുള്ളിലാണ് കറങ്ങുന്നത്. എന്നാലും ബാക്കിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും നിസ്കരിക്കാൻ തരുന്നുണ്ട്. അഞ്ചകുമ്പോ അതൊക്കെ ബാരിക്കോടൊക്കെ നീക്കിട്ട് ഫുള്ള് മത്താഫയിക്കും. പിന്നെ ഇപ്പൊ നമ്മൾ നിസ്കരിക്കുന്ന മുകളിലും അതിന്റെ മുകളിലും എല്ലാ സ്ഥലവും നിറഞ്ഞ് ഇപ്പത്തെ ടൈറ്റ് മാതിരി ഉണ്ടാവും മുകളിലൊക്കെ തവാഫിന്. കാരണം ഈ ഇത്ര ലക്ഷം ഹാജിമാര് തവാഫ് ചെയ്യണ്ടേ. പക്ഷെ ആ ഹാജിമാര് ഇപ്പൊ കുറെ ആള് അസീസിയയിലുണ്ട്, കുറെ ആൾക്കാർ അവിടെ ഉണ്ട്, കുറെ ആൾക്കാർ മദീനയിലുണ്ട്. പക്ഷേ അന്നത്തെ ദിവസം ഈ മുഴുവൻ ആൾക്കാരും അവിടെ ഉണ്ടാവും. ആ രംഗം നിങ്ങൾ ആലോചിക്കും. പടച്ചിറപ്പില്ല, ഓരോരുത്തരുണ്ടാവും. ഒരു ഇൻഷാ അല്ലാഹ് ഒരു ഉച്ച തുടങ്ങി ദുആകൾ സ്റ്റെൻഡിന്നൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു വെയിലൊക്കെ കുറച്ചിങ്ങനെ കഴിഞ്ഞിട്ട് ഒരു അസറിന്റെ സമയമാകുമ്പോൾ നിങ്ങൾ ഒന്ന് പുറത്തിറങ്ങണം. എന്തായാലും എല്ലാവരും ഇറങ്ങും. ഒന്ന് പുറത്തിറങ്ങിയിട്ട് അവിടുന്ന് ഇവിടുന്നൊക്കെ ദുആ ചെയ്യാൻ വേണ്ടി നോക്കി. എന്നാൽ നിങ്ങൾക്ക് കാണാൻ രംഗം. തൊട്ടടുത്തുള്ള ഇന്തോനേഷ്യക്കാരുണ്ടാവും, അപ്പുറത്തുണ്ടാവും ആഫ്രിക്കൻസ് ഉണ്ടാവും, അപ്പുറത്ത് ബംഗ്ലാദേശ് ഉണ്ടാവും, അപ്പുറത്ത് തമിഴ്നാട്ടുകാരുണ്ടാവും. ആണും പെണ്ണും കരയാ, ആണും പെണ്ണും നിലവിളിക്കുന്നത് കാണാം. ആരും കരണ്ട് നാട്ടും വിട്ട് നോക്കില്ല. കാരണം അറഫയിൽ എന്റെ റബ്ബനോട് പുറത്തു നിന്നിട്ടില്ലെങ്കിൽ ലോകത്തിനകത്ത് വേറൊരു സ്ഥലം ഉണ്ടാവില്ല. സാധനം ആണും പെണ്ണൊക്കെ കരഞ്ഞുകൊണ്ടിരിക്കുക, നിലവിളിക്കുക. അതിന്റെ ഒരു തുള്ളി കണ്ണുനീര് നമ്മളും വാങ്ങുക, അതിലൊരു തുള്ളി നമ്മളും വാങ്ങുക. 10-25 ലക്ഷത്തിന്റെ കൂട്ടത്തിൽ ഒരു തുള്ളി നമ്മളെ റബ്ബിന്റെ മുമ്പിൽ കരയാം. വല്ലാത്തൊരു അനുഭവം. അതോടുകൂടി മഗ്‌രിബായി കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് പുറപ്പെടും. എവിടേക്ക്? മുസ്ദലിഫയിലേക്ക്. ദുൽഹജ്ജ് 10 രാത്രിയാപ്പോ. 9 തീർന്നാ പിന്നെ വരുന്ന രാത്രി 10 രാത്രിയാണ് ആദ്യം. ദുൽഹജ്ജ് 10 രാത്രി മുസ്ദലിഫയിൽ പാർക്കണം. ലോകത്ത് ഇങ്ങനത്തെ ഒരു സ്ഥലം വേറെ ഉണ്ടാവില്ല മുസ്ദലിഫ പോലെ. കാരണം മുസ്ദലിഫിന്റെ പ്രത്യേകത ഇപ്പോഴും പഴയ പോലെ. ഞാൻ മുമ്പ് വരുന്ന കാലത്ത് അറഫയിലൊന്നും ടെന്റ് ഇല്ലായിരുന്നു, ചെറിയൊരു ഷീറ്റ് ഇങ്ങനെ വലിച്ചിട്ടില്ലായിരുന്നു. ഇപ്പൊ KC ടെന്റുകളൊക്കെ ആയി. പഴയ കാലത്തൊക്കെ ഇപ്പൊ കഴിഞ്ഞ വർഷം അതിന്റെ 10 വർഷം KC ടെന്റ് ഉണ്ട്. മുമ്പ് ഒരു ചാക്കൊക്കെ വലിച്ചിട്ടുമായി കഴിഞ്ഞാൽ അന്ന് വന്നപ്പോണ്ടേ അങ്ങനെ മാറി മാറി വന്നു. പക്ഷെ ഇപ്പോഴും മുസ്ദലിഫയിൽ ഒരു മാറ്റമില്ല. ആ കാണുന്ന മുസ്ദലിഫ മണ്ണിൽ ഇങ്ങനെ കിടക്കുക. ലോകത്ത് ഇങ്ങനത്തെ വേറൊരു സ്ഥലം ഉണ്ടാവില്ല, ഒരു സ്ഥലം ഉണ്ടായില്ല. നമ്മളിങ്ങനെ കിടക്കും. ഞങ്ങൾക്ക് ഏറ്റവും എന്ന ജീവിതത്തിൽ ഇങ്ങനെ കുളിക്കുന്ന സാധനം മുസ്ദലിഫാണ്. എന്തുകൊണ്ട് പറഞ്ഞാൽ നമ്മളിങ്ങനെ കിടക്കുമ്പോൾ ആരും ഉണ്ടാവില്ല. ഒരു സ്ഥലത്ത് നമ്മൾ ആരും ഇല്ലാത്ത സ്ഥലത്ത് നോക്കി നമ്മളിങ്ങനെ കിടന്നുണ്ടാവും. നമ്മൾ നീക്കുമ്പോണ്ടാവും കാലിന്റെ വിട്ട് കുറെ പെണ്ണുങ്ങൾ എടുക്കുന്നുണ്ടാവും, തലയുടെ കുറെ ആണുങ്ങൾ എടുക്കുന്നുണ്ടാവും. പെണ്ണുങ്ങളാണ് ആണും പെണ്ണൊക്കെ ചേർന്ന് കിടക്കുന്ന ലോകത്തൊരു സ്ഥലം. എന്നാ ഒരു മനുഷ്യന്റെ കണ്ണോ ശരീരമോ മനസ്സോ തിന്മയിലേക്ക് തിരിയാതെ ഒരു റബ്ബിനെ ഓർത്ത് മാത്രം കിടക്കുന്ന സ്ഥലം. ലോകത്ത് ഒരാൾക്കും ഇങ്ങനെ നിയന്ത്രിക്കാൻ കഴിയില്ല, ഒരാൾക്കും നിയന്ത്രിക്കാൻ കഴിയില്ല. പുരുഷന്മാർ മുഴുവൻ ഒരു തുണി ഉടുത്തിട്ടുണ്ട്, ഒരു തുണി പൊച്ചിട്ടുണ്ട്. ഞാൻ ഈ കഴിഞ്ഞതിന്റെ മുമ്പത്തെ വർഷം വന്നപ്പോ നമ്മളെ വൈഫും കുട്ടികളും എല്ലാവരും ഉണ്ടായിരുന്നു. ഒരു സ്ഥലത്ത് കിടന്നു. അപ്പൊ രാത്രി പിന്നെ ഒരു 2 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ആളുകൾ റോഡിൽ ഇങ്ങനെ പോകാൻ വേണ്ടിട്ട് നമ്മള് റോഡിന്റെ സൈഡിൽ ഒരു കട്ട വിരിച്ച സ്ഥലമുണ്ട്, നിങ്ങൾക്ക് കാണാം. ടാറിങ് കഴിഞ്ഞിട്ട് കുറച്ച് നീളത്തിൽ നമ്മളെ നാട്ടിലെ 2 റോഡിന്റെ അളവിൽ എന്ത് വെച്ചിട്ടുണ്ട്? കട്ട വിരിച്ചിട്ടുണ്ട്. അപ്പൊ ആ കട്ടന്റെ മുകളിൽ ഇങ്ങനെ കിടന്നതാണ് ഞങ്ങൾ എല്ലാവരും. കുറെ സ്ത്രീകളുടെ ഞങ്ങൾ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. ഞങ്ങൾ എല്ലാവരും അവിടെ ഇങ്ങനെ കിടന്നതാണ്. അപ്പൊ ഒരു 1:30 മണിയായപ്പോ എല്ലാവരും വിളിച്ചു വിട്ടു. അപ്പൊ പിന്നെ എവിടെ പോയി നിൽക്കാൻ അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ഇടയിൽ ഇങ്ങനെ അങ്ങനെ പിന്നെ ചിതറി കൂട്ടം. അപ്പൊ നമ്മളിങ്ങനെ ഏതോ ഒരു സ്ഥലമൊക്കെ എല്ലാവർക്കും സ്ത്രീകൾക്കൊക്കെ പറ്റിയ സ്ഥലം ഇങ്ങനെ ഉണ്ട്. അപ്പൊ നമ്മളിങ്ങനെ നടക്കുന്നുണ്ട്. ഞാനിങ്ങനെ കണ്ട കാഴ്ച, ഒരു ആഫ്രിക്കൻ ഒരു സ്ത്രീന്റെ പള്ളമ്മൽ ഒരു കുട്ടി, ചെറിയ കുട്ടി, ഒരു 6 മാസമായ ഒരു കുട്ടി ഇങ്ങനെ കിടക്കുന്നുണ്ട്. അതിന്റെ അടുത്ത് തന്നെ 3 കുട്ടികൾ ഇങ്ങനെ, ഒരു 2 വയസ്സായത്, ഒരു 4 വയസ്സായത്, ഒരു 6 വയസ്സായതൊക്കെ ഉള്ള 2 വയസ്സിന്റെ ഗ്യാപ്പിൽ കുട്ടികൾ ഇങ്ങനെ കിടക്കുന്നു. അപ്പൊ ഇങ്ങനെ രാജ്യം നടക്കുമ്പോൾ കുട്ടികൾ ഇങ്ങനെ എന്തോ ഒരു അവസ്ഥ, ഒരു നല്ല ഉറക്കിലുള്ളത്. ആണും പെണ്ണും ഇടകലർന്ന് കിടക്കുന്ന ലോകത്ത് ഒരു സ്ഥലം ഒരു വൃത്തികേടില്ലാത്ത, ഒരു തിന്മയെ ചിന്തിക്കാത്ത. എന്തുകൊണ്ട്? മനസ്സത്ര സംശുദ്ധമാക്കാൻ വേണ്ടി കൊതിക്കുക, റബ്ബിനു വേണ്ടി ജീവിക്കണം മനുഷ്യൻ. ഇത് പരീക്ഷണത്തിന്റെ മൈതാനമാണ്. മുസ്ദലിഫയിൽ പാർത്തു. അവിടുന്ന് കല്ലുകൾ പെറുക്കണം ഉറങ്ങണതിന് മുമ്പ്. എത്ര കല്ല് വേണം?
70 കല്ല്. ഒരു 80 പെറുക്കിക്കൊണ്ടി. കാരണം ആരുടെങ്കിൽ പോവുകയോ ചില പെറുക്കിയ കുക്കിയൊക്കെ പോയിട്ടുണ്ടാവും, പോലും കൊടുക്കാനോ ഉറലേനൊക്കെ. അത് വെച്ച് വരിക. പിറ്റേന്ന് ദുൽഹജ്ജ് 10 അന്ന് രാവിലെ ആയി, നാട്ടിൽ പെരുന്നാളാണ്. ഹാജി എന്നിട്ട് നടക്കുകയാണ് മിനയിലേക്ക്. വീണ്ടും മിനന്റെ അറ്റത്താണുള്ളത് ജംറകൾ. നമ്മളെ ടെന്റൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ നടന്നു വന്ന് ജംറകളിൽ എറിയും. അത് ഒന്നാമത്തെ ജംറയിൽ, ജംറത്തിൽ അഖബയിൽ, അതില് 7 കല്ലുകളാണ് ഒറ്റ ജംറയിൽ അന്ന് എറിയേണ്ടുള്ളൂ. ജംറത്തിൽ അഖബയിൽ, ജംറത്തിൽ കുബ്ര എന്ന് പറഞ്ഞാൽ അതിൽ 7 കല്ലുകൾ കൊണ്ടുവരിക. അന്ന് 7 കല്ലിന്റെ ആവശ്യമില്ല, 7 കല്ലുകൾ കൊണ്ടുവരിക. അത് കഴിഞ്ഞു. അപ്പം ഏതാ ദിവസം? ദുൽഹജ്ജ് 10. അന്ന് നടക്കേണ്ട കുറച്ച് അമലുകളുണ്ട്. ഒന്നേറെ കഴിഞ്ഞു. 7 കല്ലുകൾ കൊണ്ട് ഒരു ജംറയിൽ എറിയാം. 3 എറിയണ്ട, 1. അത് നിങ്ങൾ അറിയോ പടച്ചോനെ ഞാൻ മാറുമോ? ഒന്നുമില്ല. കാരണം 25 ലക്ഷം ഒന്നുമല്ലേ എറിയുള്ളൂ. വേറെ നിങ്ങൾ എന്ത് ചെയ്യൂല, പടച്ചോനെ ഏതായി അത് മാറുമോ? മാറൂല. എന്തുകൊണ്ട്? അപ്പുറത്ത് ആരും അറിയില്ല, ഒറ്റ അറിയില്ല. അവിടെ നിന്നല്ലേ സ്ഥലം. അപ്പൊ അവിടെ പിന്നെ അന്ന് ചെയ്യാനുള്ള അമലുകൾ, തവാഫ് ചെയ്യണം, ഹജ്ജിന്റെ തവാഫ്, ഹജ്ജിന്റെ സായി, പിന്നെ അറക്കൽ, മുടികളെ, ഇത്ര പണി അന്ന് ചെയ്യാൻ. അന്ന് പഠിച്ചതെല്ലാവും കുഴപ്പമൊന്നുമില്ല. ജംറയിൽ എറിഞ്ഞു, അറക്കാൻ ചിലപ്പോൾ നമ്മളോട് ഏൽപ്പിച്ചിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ തർത്തീവാക്കിയിട്ടുണ്ടാവും. അറവ് കഴിഞ്ഞു, നമുക്ക് നമ്മളെ മുടി കളയാം. തവാഫ് പിന്നെ ഇതായാലും മതി. അതുകൊണ്ട് മിനയിലേക്ക് പോകുമ്പോൾ ഒരു ജോഡി ഡ്രസ്സ് എടുത്തു. കാരണം ഈ മുടി കളയലോട് കൂടി നമ്മൾക്ക് എന്തായി, ഏറാമെന്ന് കഴിഞ്ഞ് നമ്മള് വസ്ത്രങ്ങൾ ധരിക്കാം. മനസ്സിലായോ? ആകെ തവാഫ് ചെയ്യാതെ ചെയ്യാൻ പറ്റാത്തത് തഹല്ലുൽ ചെറിയ തഹല്ലുൽ, വസ്ത്രമൊക്കെ ധരിക്കാം. പക്ഷെ ഭാര്യ ഭർത്തൃ ബന്ധം മാത്രം പറ്റില്ല. അത് തവാഫ് ചെയ്യാതെ പറ്റില്ല. തവാഫ് സായി കഴിഞ്ഞാൽ മാത്രമേ അത് പൂർണ്ണമായ തഹല്ലുലാവൂ. മനസ്സിലായില്ലേ? അപ്പൊ അന്ന് തവാഫ് ചെയ്യാൻ പറ്റെങ്കിൽ അന്ന് നേരെ വന്ന് തവാഫ് ചെയ്യാം. ആഫിയത്ത് ആരോഗ്യമൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പിറ്റേന്ന് ചെയ്താൽ മതി, അല്ലെങ്കിൽ അതിന്റെ പിറ്റേന്ന് ചെയ്താൽ മതി, അല്ലെങ്കിൽ അതിന്റെ പിറ്റേന്ന് ചെയ്താൽ മതി. മനസ്സിലായില്ലേ? അതുകൊണ്ട് ദുൽഹജ്ജ് 10 അമലുകൾ കഴിഞ്ഞു. പിന്നെ അന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വലിയൊരു കാര്യം, നിങ്ങൾക്ക് ഇവിടെ അടുത്തേക്ക് മിനുണ്ടാകുക, കുറച്ചിങ്ങനെ നടന്നാൽ ഇങ്ങോട്ട് എത്തും. അപ്പൊ ചിലർ പറയും നമുക്ക് റൂം പോയി കുളിച്ച് ഒക്കെ വൃത്തിയായിട്ടൊക്കെ വരാന്നൊക്കെ പറയും. അപ്പൊ എല്ലാ ഐഡിയും വരും. കാരണം കൂടെ മറ്റേ ആളുണ്ടാവും. സംഗതി ഞങ്ങള് മുഖേനല്ലേ എറിഞ്ഞുള്ളൂ. അപ്പൊ എന്ത് ചെയ്യണം, ഇങ്ങോട്ട് വരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഫുള്ള് താല്ലുലാവാതെ ഭാര്യ ഭർത്തൃ ബന്ധമൊന്നും പറ്റില്ല. ചില ഭാര്യനൊക്കെ കൂട്ടിയൊക്കെ വന്നിട്ടുണ്ടാകുക, ബാക്കിയുള്ളവരൊന്നും വന്നിട്ടുണ്ടാവില്ല. ഹജ്ജ് കൊളാക്കാൻ വേണ്ടി ചിലപ്പോ പറയും, പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. മനസ്സിലായില്ല? എല്ലാം നിങ്ങൾ ഇല്ലല്ല, അതൊക്കെ ഉണ്ടാവാൻ സാധ്യത. അതുകൊണ്ട് എന്ത് ചെയ്യണം, ഇവിടെ കുളിച്ച് ഇവിടെ കിടക്കുകയൊക്കെ ചെയ്യും. ദുൽഹജ്ജ് 11 രാത്രിയാപ്പത്തിനും അയില്ലേ, 10 പകൽ കഴിഞ്ഞാൽ രാത്രി 11 11 അന്ന് മിനയിൽ താമസിക്കൽ നിർബന്ധമാണ്. അതുകൊണ്ട് രാത്രി എന്തായാലും എടുക്കേണ്ട വരണം. ഈ തവാഫ് ചെയ്യാൻ വേണ്ടി പോയി, അറമിലെത്തി തവാഫൊക്കെ ചെയ്ത് ക്ഷീണിച്ചു, അവിടെ ഭക്ഷണം കഴിച്ച് അവിടെ എവിടെയെങ്കിലും ഒന്ന് അറമിന്റെ സൈഡിൽ ഇടങ്ങി ഇരുന്ന് ഉറങ്ങി, എവിടേക്ക് വരണം? അറിയുവേ, മിനയിൽ 11 അന്ന് രാത്രി മിനയിൽ താമസിക്കണം. അത് അമലാണ്. പിന്നെ 11 പകലാണ് പിറ്റേന്ന്. അന്ന് ഉച്ചക്ക് ശേഷമാണ് ഏറ്, സുബീക്കേശല്ല. ഒന്നാമത്തെ ദിവസം സുബീക്കേശം, അന്ന് ഉച്ചക്ക് ശേഷമാണ് ഏറ് തുടങ്ങൽ. അത് ഉച്ചക്കന്നെ വന്ന് എറിഞ്ഞ് ആകെ പ്രശ്നത്തിനും നിൽക്കണ്ട. നമ്മൾ ഓരോ രാജ്യക്കാർക്ക് ഓരോ ടൈമൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. നമ്മളോട് അവർ പറയും ആ സമയത്ത് ഒന്ന് എറിഞ്ഞാൽ മതി. അത് അസറിനെ എറിഞ്ഞാൽ മതി, മഗ്‌രിബിനെ എറിഞ്ഞാൽ മതി, രാത്രി എറിഞ്ഞാൽ മതി, പിറ്റേന്ന് രാവിലെ എറിഞ്ഞാലും മതി. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഭയങ്കര തിരക്കൊക്കെ കൂട്ടി പ്രശ്നം ഉണ്ടാക്കിയിട്ട് സമാധാനപരമായി ചെയ്യാനുള്ള അവസ്ഥയുള്ളൂ. അതുകൊണ്ട് അന്നത്തെ ദിവസം എത്ര ജംറകളിൽ എറിയണം? 3 ജംറകളിൽ. എത്ര കല്ല് വേണം? 21 കല്ല് വേണം. അപ്പൊ കുറച്ച് കല്ല് കൂടുതൽ എടുക്കുന്നത് നല്ലതാണ്. ചിലപ്പോ ഇങ്ങനെ എറിയാൻ നേരത്തിന്റെ ഒരുത്തന്റെ കൈ തട്ടിയിട്ട് ആ കല്ല് താഴ്ത്തി വീണാ പിന്നെ അവർ കല്ല് കുറച്ച് കൂടുതൽ ഉണ്ടായിക്കോട്ടെ, എറിയേണ്ടേ ഉള്ളൂ. കൊണ്ടുവന്ന കല്ല് വീണ് എന്ത് ചെയ്യണ്ട, അതെറിഞ്ഞു. ദുൽഹജ്ജ് 11 കഴിഞ്ഞു. പിന്നെ 12 12 രാത്രിയായി. അന്നും എവിടെ തന്നെ നിൽക്കണം? മിനയിൽ ലാഭാക്കണം. മിനയിൽ ലാഭാക്കണം. ഇവിടെ അതിഥികളൊന്നും നിന്നേക്കരുത്, അവിടെ വീട്ടിൽ നിന്നേക്കരുത്. ഇവിടെ മിനയിൽ തന്നെ വന്നിക്കണം. പിന്നെ പിറ്റേന്ന് 12 പകലായി. അതും ഉച്ചയ്ക്ക് ശേഷം വന്നില്ല 7 ജംറകളിൽ. അന്ന് വേണമെങ്കിൽ ഒരു അനുവാദം തരുന്നുണ്ട്. എന്താണ് പറഞ്ഞാൽ, ഏറ് കഴിഞ്ഞ് മഗ്‌രിബിന് മുമ്പ് മിന വിടുകയാണെങ്കിൽ അതോടുകൂടി ഏറെന്തായി, മതിയായി. മഗ്‌രിബിന് മുമ്പ് മിന വിട്ടിട്ടില്ലെങ്കിലോ പിറ്റേന്ന് പറയണം. മനസ്സിലായോ? അപ്പൊ നിങ്ങള് വേഗം വിടൂലേ? വിടരുത്. മനസ്സിലായില്ലേ? കാരണം നമ്മൾ വേറെ ഇവിടെ മോളം വരേക്കൊന്നും ഒന്നല്ല, ഈ അമ്മേന്റെ അടുത്ത് പോണ വഴിക്ക് കയറി എറിയുന്നല്ല.
നമ്മൾ ഇതിന് വന്ന ആൾക്കാരാണ്. ഇതൊക്കെ ആർക്കാണെന്ന് പറഞ്ഞത്? റിയാദ് എന്നൊക്കെ ചിലപ്പം 10 ദിവസത്തെ ലീവിനൊക്കെ വന്ന ആരുണ്ടാവും? ആ അറബികളും അല്ലാതെ നമ്മുടെ നാട്ടുകാരൊക്കെ ഉണ്ടാവും. കമ്പനി ആകെ എത്ര ദിവസം ലീവ് ഉണ്ടാവുള്ളൂ? 10 ദിവസമൊക്കെ ഉണ്ടാവുക. അപ്പൊ ഓർക്ക് അടത്തൊക്കെ വേണ്ടി വരും. അപ്പൊ ഓർക്കൊക്കെ ഉള്ള ഒരു സാധനമാണ്. നമ്മൾ 40 ദിവസം ലീവ് എടുത്ത് നിന്ന എന്തിനാണ്? ഇതൊക്കെ മര്യാദയ്ക്ക് ചെയ്യാനാണ്. അപ്പൊ ചിലപ്പോ എന്ത് ചെയ്യാറുണ്ടെങ്കിൽ ടെന്റിലുള്ള ആൾക്കാർ, ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ എന്തിനാണ്? ടെന്റിലുള്ള ആൾക്കാർ പറയും ബൈ പാനി നെഹി യോഗ, ബിജിലി നെഹി യോഗ, വെള്ളം ഉണ്ടാവില്ല, കറണ്ട് ഉണ്ടാവില്ല, ചെലോ എന്നൊക്കെ പറയുന്നത്. അപ്പൊ നിങ്ങളൊന്നും അയാളോടൊന്നും ഒരു കച്ചറ ഉണ്ടാക്കണ്ട. ഇതിൽ എവിടെ പ്രശ്നം ഉണ്ടാക്കണം. നിങ്ങൾ ആയിക്കോട്ടെ എന്നാണ് നിന്നാ മതി. നമുക്ക് വെള്ളം തരലും കറണ്ട് തരലും ആരെ പണിയാണ്? ഓരോ പണിയാണ്. ഓരെങ്ങനെ ചെന്നിട്ടില്ലെങ്കിൽ അടുത്ത കല്ല് ഓനാ വൈക്ക് വരില്ല. മനസ്സിലായില്ലേ? ആജിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു പണി പാടില്ല. അതുകൊണ്ട് വെള്ളം ഉണ്ടാവും, കറണ്ടും ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. നിങ്ങൾ അവിടെ നിന്നാ മതി. എന്നിട്ട് 13-ന്റെ അന്ന് ഉച്ചയ്ക്ക് ശേഷം വരുന്നിട്ട് നേരെ വരിക. ഇപ്പൊ ഏകദേശം ഹജ്ജിന്റെ എല്ലാ അമലുകളും കഴിഞ്ഞു. ഒരമല് ഒഴികെ. ഏതാ അമല്? വിദായിന്റെ തവാഫ്. അത് പിന്നെ ഇവിടെ വന്നിട്ട് റൂം വന്നിട്ട് ചെയ്താൽ പോരെ? അതെയോ? അല്ല, അത് നമ്മൾ പോണ അന്നാണ് ചെയ്യുന്നത്. എവിടേക്ക് എന്നുവെച്ചാൽ വിദാ ഇല്ല, വിട വാങ്ങാണ്. കാബനോട് വിട പറഞ്ഞ് പോവാണ്. അപ്പൊ നമ്മൾ മദീനയിലേക്ക് പോകുമ്പോ പോയി ചെയ്യാം. അതൊരു ഭയങ്കര സംഭവമാണ്. തവാഫ് ചെയ്യണം. തവാഫ് ചെയ്യണതിനിടയിൽ അത് ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞു, ഹജ്ജ് തീർന്നു. പിന്നെ അത് പോണ സമയത്ത് സലാം പറയില്ലേ, അതാണ് വിദായിന്റെ തവാഫ്. അതൊരു ഭയങ്കര സംഭവമാണ്. വിദായി എന്ന് പറഞ്ഞാൽ ആൾക്കാർ വലിയ സംഭവം ആക്കൂല. പക്ഷെ നമ്മൾ ആലോചിക്കണം. നിങ്ങൾ ഇതാണ് ആലോചിക്കേണ്ടത്. ഇത്ര ദിവസം നമ്മൾ ഇതിന്റെ പരിസരത്തുണ്ടായിരുന്നു. ഇനി നമ്മൾ പോവാണ് മദീനയിലേക്ക്. കാബൊക്കെ തവാഫ് ചെയ്താല് സാധാരണ എങ്ങനെ വിദായിന്റെ തവാഫ് ഉണ്ടാവുക പറഞ്ഞാല്, ഈ സാധാരണ ചെറിയ കുട്ടികളെ ഇങ്ങനെ ഉമ്മാന്റെ കൈ ഇങ്ങനെ എടുത്തിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ കൈ നീട്ടൂലേ ഇങ്ങനെ കുട്ടീനെ വരാൻ വേണ്ടിട്ട്, എടുക്കാൻ വേണ്ടിട്ട്. അപ്പൊ ചില കുട്ടികൾ ഉമ്മാന്റെ മാറെടുത്തേക്ക് ഇങ്ങനെ അള്ളി പിടിച്ചു നിൽക്കും. ഓള് വരാൻ വിചാരിക്കുന്നുണ്ടാവില്ല. അപ്പൊ നമ്മൾ അതിനെ വലിക്കാൻ ശ്രമിച്ചാൽ എന്താ ഉണ്ടാകുക? അത് ഉമ്മാന്റെ മാറെടുത്തേക്ക് അള്ളി പിടിച്ച് നിൽക്കുന്നത് പോലെ മുഅ്മിന്റെ ഹൃദയം കഅബയിലേക്ക് അള്ളി പിടിക്കുന്നുണ്ടാവും. കാരണം അവന്റെ റബ്ബിന്റെ വീട് വിട്ടു പോവാൻ. ഇനി ജീവിതത്തിൽ ഒരു ദിവസം കാണുമെന്ന് അറിയില്ല. യജമാനായ റബ്ബിന്റെ വീട് അവിടെ തവാഫ് ചെയ്യുമ്പോൾ കരഞ്ഞിട്ടേക്കുണ്ടാകും. തവാഫ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴും ഇങ്ങനെ തിരിഞ്ഞു നോക്കി കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാവും. കാരണം അള്ളാന്റെ വീട് നീ ജീവിതത്തിൽ കാണുമെന്ന് അറിയില്ല. നമ്മൾ ഒരു അടുത്തല്ല വരണം, മുറ്റത്തല്ല വരണം, ആര് കണ്ടു നമ്മൾ വരും. അതുകൊണ്ട് വിദായിന്റെ തവാഫ് ചെയ്ത് പിന്നെ മദീനയിലേക്കുള്ള യാത്ര. അതുകൊണ്ട് ഇതാണ് ഹജ്ജ്. മഖ്ബൂലായ ഹജ്ജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താ? സ്വീകരിക്കപ്പെടുന്ന ഹജ്ജ്. മബ്രൂറായ ഹജ്ജ് എന്നാലോ നമുക്കറിയില്ല. നമ്മള് സാധാരണ അങ്ങനെ പറഞ്ഞതിന്റെ കൂട്ടത്തിൽ 2 പറയലുണ്ട്. എന്ത് മഖ്ബൂലും മബ്രൂറുമായ ഹജ്ജ് എന്താണെന്ന് അറിയാം. അൽ ഹജ്ജുൽ മബ്രൂർ ലൈസ ലഹു ജസാഉൻ ജന്ന ഇല്ലൽ ജന്ന. മബ്രൂറായ ഹജ്ജ് സ്വർഗ്ഗമല്ലാതെ പ്രതിഫലമില്ല. മബ്രൂറായ ഹജ്ജ് എന്താണെന്ന് ചോദിച്ചാൽ നിർദ്ദേശ ശാസ്ത്രങ്ങൾ പറഞ്ഞു 3 ഗുണങ്ങൾ ആ ഹജ്ജിൽ ഉണ്ടെങ്കിൽ അത് മബ്രൂറാണ്. ഞാൻ പറഞ്ഞല്ലേ, വളരെ എളുപ്പമുള്ളതാണ്. 1, മബ്രൂറായ ഹജ്ജ് സലാം അധികരിപ്പിക്കാം. എന്തധികരിപ്പിക്കാം? സലാം. അത് ഹജ്ജിന്റെ ദിവസമല്ല, ഇപ്പം തന്നെ നമ്മൾ ഹജ്ജിലല്ലത്. അതുകൊണ്ട് നല്ല പോലെ സലാം പറയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. സത്യത്തിൽ ഇതൊരു ദുആയാണ്. ഒരു 40 ആൾക്കാർ ബസ് കയറാതെ നിൽക്കുന്നുണ്ട്. ബസ് ഇങ്ങനെ കാത്തിക്കണം. നിങ്ങൾ ആരെങ്കിലും പോയിട്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് ഉറക്കെ പറഞ്ഞു. 40 ആൾക്കാർ തിരിച്ചു പറയുന്നത് അതിന്റെ അർത്ഥം എന്താ? അള്ളാന്റെ രക്ഷയും റഹ്മത്തും നിങ്ങൾക്കും ഉണ്ടാവട്ടെ. വലിയ നന്മയാണ്. നിബിധങ്ങൾ സാധനങ്ങൾക്ക് ഒരാൾ വന്നിട്ട് പറഞ്ഞു അസ്സലാമു അലൈക്കും. നിബിധങ്ങൾ പറഞ്ഞു ആശ്ര. അടുത്ത ആൾ വന്ന് പറഞ്ഞു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ഇശ്റൂൻ. ഒരാൾ വന്നു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു സലാത്തുൻ. അവർക്ക് മനസ്സിലായില്ല. അവർ ചോദിച്ചു ആശ്ര ഇശ്റൂൻ സലാത്തുൻ. ആദ്യം 10, പിന്നെ 20, പിന്നെ 30. അപ്പൊ നിബിധങ്ങൾ സാധനങ്ങൾ പറഞ്ഞു അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ 10 നന്മ ഉണ്ടാവും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി പറഞ്ഞാൽ 20 നന്മ ഉണ്ടാവും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറഞ്ഞാൽ 30 നന്മ ഉണ്ടാവും. 30 നന്മ മലപ്പുറത്ത് പറഞ്ഞാലും ഉണ്ടാവും, കോഴിക്കോട് പറഞ്ഞാലുണ്ടാവും, ഹറമ് പറഞ്ഞാലോ 30 ലക്ഷം നന്മ. എന്തിനാ കളയുന്നത്? പറയണല്ലോ എല്ലാവരും സലാം. ഇപ്പൊ ആരും സലാം പറയില്ല. നിങ്ങൾ ശ്രദ്ധിച്ചു. പിന്നെ ഇവിടെ രാധാകൃഷ്ണനും ബാലകൃഷ്ണനൊക്കെ ഉണ്ടായിട്ടല്ലേ ആണോ? ഇവിടെ ഫുൾ എല്ലാവരും സലാം പറയാം. പക്ഷെ നമ്മൾ സലാം പറയില്ല. എല്ലാരും ഫോണ് ചിലർ ചെവിയിൽ കുത്തി നിറച്ചേക്കാണ്. അങ്ങനെ ആവുമായിട്ട് അന്തം വിട്ട് നടക്കാണ്. അങ്ങനെ കൊണ്ട് സലാം പറഞ്ഞാൽ മടക്കില്ല ആൾക്കാർ. ഇറമം പ്രവേശിച്ച് തെല്ലിയത്തും ചെല്ലില്ല. എന്തൊരു അവസ്ഥയും മാർച്ചു. അതുകൊണ്ട് എന്തായാലും സലാം ചൊല്ലിക്കൂടിക്ക് കാണുന്നവരൊക്കെ സലാം പറയും. 1 സലാമിനെ അധികരിപ്പിക്കുക. 2ാമത്തേത് അധികമായി ഭക്ഷിക്കുന്ന ഹജ്ജ്. അല്ലേ? അങ്ങനെയാണെങ്കിൽ എന്തായാലും കേരളക്കാരുടെ ഹജ്ജാണ് എന്താകുക? അധികമായി ഭക്ഷിക്കുന്ന ഹജ്ജല്ല, പിന്നെ ഭക്ഷിപ്പിക്കുന്ന ഹജ്ജ്. ഹാജിമാർക്ക് എന്തെങ്കിലും ഭക്ഷിപ്പിക്കുക.
മനസ്സിലായില്ലേ? അപ്പൊ എന്തെങ്കിലും ഈത്തപ്പഴം വാങ്ങി, അല്ലെങ്കിൽ നമ്മള് ചിപ്സ് കൊണ്ടുവന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും കൊണ്ടുവന്നൊക്കെ എന്ത് ചെയ്യുന്ന അവല് കൊണ്ടുവന്നു, അതൊക്കെ അങ്ങനെ ഓരോരുത്തർക്ക് എന്ത് ചെയ്യാം, അങ്ങനെ കൊടുക്കുക. ഇവിടെ ആജിമാരുണ്ടാവും, ഒരു കൊടുക്കുക, അങ്ങനെ കഞ്ഞി ഉണ്ടാക്കുക, എന്തെങ്കിലുമൊക്കെ കൊടുത്തോണ്ടിരിക്കുക. മീനേക്കൊക്കെ പോകുമ്പോ സാധനം കൊണ്ടുപോവുക. നമ്മൾ തിന്ന് തീർക്കലല്ല, നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാവും, ആജിമാർക്ക് കൊടുക്കുക, അതുകൊണ്ട് ഭക്ഷിപ്പിക്കുക. മൂന്നാമത്തേത് മയമായ പെരുമാറ്റം. എന്താണ്? ഒന്ന് പറയുങ്ങള്. ഇത് സത്യത്തില് ഹജ്ജിലെ ഏറ്റവും ആവശ്യമല്ല. ഭാര്യ കൂടെ ഉണ്ട്, അവരോട് മയായി പെരുമാറണം. ഞാൻ വീണ്ടും പറയാം നിങ്ങളോട്, കാരണം സ്ത്രീകൾക്ക് യാത്ര ചെയ്ത് പരിചയം ഉണ്ടാവില്ല. ഉമ്മ ഉണ്ടാവും, ഭാര്യ ഉണ്ടാവും, പെങ്ങളുണ്ടാവും, അവരൊക്കെ ഉണ്ടാവും. ഒരു യാത്ര ചെയ്തൊന്നും പരിചയമില്ല. ബസ് കയറിലൊക്കെ ഇടങ്ങൾ പിടിച്ചിട്ടൊക്കെ കയറുന്നത്. നമ്മൾ പറയുന്നതിനും അങ്ങനെ എടുത്തണം. നമ്മൾ ഭയങ്കര സ്പീഡിലാണ്. മാത്രമല്ല പുരുഷന്മാരെ ഇറാമിലൊക്കെ എന്ന് പറഞ്ഞാൽ മിനയിൽ കുറെ ബാത്റൂം, അത് ഇത് ഒക്കെ ഫുള്ള് തിരക്കും പരിപാടിയൊക്കെ ആയിരിക്കും. നമ്മൾ വിചാരിച്ച മാതിരി ഇവരെ കിട്ടൂല. ആണുങ്ങൾക്ക് മൂത്രയിക്കാൻ എളുപ്പമുള്ള പരിപാടിയാണ്. ഏറാമിലാണ് ഭയങ്കര എളുപ്പമാണ്. ആണോ അല്ലേ ഭായി? വളരെ എളുപ്പമാണ്, മൂത്രയിച്ചാൽ മതി. സ്ത്രീകൾക്കോ ഇവർക്ക് മൂത്രയിക്കണമെങ്കിൽ ഒരുപാട് സമയം എടുക്കൂല. നിങ്ങൾ പറയും നജസ് നോക്കണം, ഓരോ ഡ്രസ്സൊക്കെ ശ്രദ്ധിച്ച് ഇവർക്ക് മൂത്രയിക്കണ്ടേ. അപ്പൊ നമ്മൾ മൂത്രയിക്കാന്ന് വിചാരിക്കുന്നത് നമുക്ക് ഒഴിച്ചു വരാം, ഒരു വരാൻ കഴിയില്ല. പോലെ നോക്കണം. ഒരു ബസ്സിൽ നമ്മൾ കയറാൻ നോക്കിണ്ടാവും, ഇവിടെ പതുക്കെ വന്നതിന്റെ പേരിൽ ബസ് പോയിണ്ടാവും. അടുത്ത ബസ് വരുന്ന വരെ പിന്നെന്തേക്കും കൊണ്ടൊന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു. അങ്ങനെയാണ് ഇങ്ങനെയാണ്. പടച്ചവനെ ആകെ കുടുങ്ങിയിട്ടുണ്ടാവും. നോ ആ ബസ് പോയി പോട്ടെ, ബസ് പോട്ടെ, അടുത്ത ദിവസം പോയിക്കോട്ടെ. എന്നാലും എന്റെ ഹജ്ജ് ശരിയാക്കണം. ഭാര്യ കൂടുള്ളവർക്ക് 2 ഹജ്ജുണ്ടാവും, ഉമ്മയും കൂടി എന്റെ 3 ഹജ്ജുണ്ടാവും. കാരണം ഓൽക്കൊക്കെ ഹജ്ജ് ചെയ്തിട്ട് കൂലി ആർക്ക് തരും? നിങ്ങൾ അള്ളനെയാണ് പ്രതീക്ഷിക്കണമെങ്കിൽ ഭയങ്കരമായിട്ട് പെരുമാറണം. ഭാര്യമാരും നല്ല നിലയിൽ പെരുമാറണം. ഇത് ക്ലാസ് തിരക്കടില്ല എന്നൊക്കെ സ്ത്രീകൾ ചിലപ്പോ പറയുണ്ടാവും. അങ്ങനല്ല. നേരത്തെ കാലം കൂട്ടി അവനന്റെ ബലഹീനത മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യണം? നേരത്തെ ഇറങ്ങണം. ഇത്ര മണിക്ക് ഇറങ്ങാന്ന് പറഞ്ഞാൽ ഞാൻ കാരണമായിട്ട് എന്റെ ഭർത്താവിന്റെ അച്ഛൻ പോകണ്ടെന്ന് ആരും വിചാരിക്കണോ? ഭാര്യമാരും ഉമ്മാരൊക്കെ വിചാരിച്ച് നേരത്തെ വരണം. അതുകൊണ്ട് മയമായ പെരുമാറ്റം എല്ലാവരോടും. ഇനി ഭാര്യനോട് മാത്രമല്ല, ഈ ഗ്രാമത്തിലുള്ള ആള്, അടുത്ത സ്ഥലത്തുള്ള ആജുമാര് ബസ്സിലൊക്കെ ഇരിക്കുമ്പോൾ എല്ലാവർക്കും സീറ്റ് കൊടുക്കാൻ ശ്രമിക്കണം. നിസ്കാരത്തിൽ നിൽക്കുമ്പോൾ ചിലരുടെ കാലൊക്കെ ഇങ്ങനെ നിൽക്കണ്. അല്ലല്ല, ഒരാള് സഫിന്റെ ഇടയിൽ കൊടുക്കും ചിലപ്പോ. കണ്ടണങ്ങള് അയാളെ സ്ഥലം കിട്ടുന്ന വിചാരിച്ച് കയറിയതേക്കും, കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പൊ നമ്മളെന്ത് ചെയ്യണേ? നമ്മളെടുത്ത് കയറ്റിയിരുത്തുക, എങ്ങനെങ്കിലും സ്ഥലം ഉണ്ടാക്കി കൊടുക്കുക. ഓ, ഞാൻ കുറച്ച് കൊല്ലം മുമ്പ് ഒരു ഹജ്ജിന് വന്നിട്ട് പുറത്തു നിന്നു. നമ്മളെ റാഷിദ് ബൈന്റെ, നിങ്ങൾക്ക് അറിയുന്ന ആള് പറയാം, കണ്ണ് കാണാത്ത നമ്മളെ മരിച്ചു, അല്ലാഹു ഖബറിനെ സ്വർഗ്ഗത്തിൽ പറഞ്ഞിട്ട്. റാഷിദ് ബൈന്റെ കൂടെ കണ്ണാണത്തെ വേറൊരു ഫ്രണ്ട് ഉണ്ട്. ഞങ്ങൾ 3 ആളും കൂടി ജുമാക്ക് വന്നാണ്. ഹജ്ജ് കഴിഞ്ഞിട്ടുള്ള ജുമാക്ക് നല്ലോ ശ്രദ്ധിക്കേണ്ട ജുമാ. ഫുൾ ലോഡായിക്കും. അറന്ന് നിൽക്കാൻ സ്ഥലം ഉണ്ടല്ലോ, പൂരി വെയില്. 10 മണിക്ക് വന്നിട്ട് വെയിലത്ത് നിൽക്കാണ്. നടന്ന് അവസാനം ഒരു സ്ഥലത്തെത്തി. ഒരു രക്ഷയില്ല. സപ്പിന്റെ നടുക്ക് അകപ്പെട്ടു. അവിടെ സ്ഥലം കിട്ടുന്ന വിചാരിച്ച് പോയതാണ്. പിന്നെ അവിടെ ഇങ്ങോട്ട് പോരാനും കഴിയില്ല, കുടുങ്ങി. ഞാൻ വിചാരിച്ചു ജുമാ എന്തായി പോയി എന്ന് വിചാരിച്ചു. അപ്പുണ്ട് ഒരു അറബി ഞങ്ങൾ 3 ആളും പടം പിടിച്ചിട്ട് ആകെ അവിടെ അരയാക്കി നിൽക്കാനുള്ള സ്ഥലമുള്ളൂ. അവിടെ 3 ആളാണ് നിർത്തി. ആളെ നിർത്തി. എനിക്ക് ഇപ്പോൾ ഓർമ്മ ഉണ്ട് അയാളെ. വർഷങ്ങൾ മുമ്പ് സംഭവിച്ച കാര്യമാണ്. അവിടെ നിർത്തി. പിന്നാണ് സീറ്റായി. എല്ലാവർക്കും ആളൊക്കെ ഇങ്ങനൊക്കെ അല്ലല്ലേ. അതുകൊണ്ട് നമ്മൾ എല്ലാവരോടും മയമായി, എല്ലാവർക്കും സ്ഥലം കൊടുക്കി, എല്ലാവരും നല്ല നിലയിൽ പെരുമാറി. ആരും മോശക്കാരനായിട്ട് കാണരുത്. ഈ വന്ന മുഴുവൻ മനുഷ്യരും ആരതിഥികളാണ്. നമ്മളെ വീട്ടിൽ നമ്മൾ കണ്ണൂരാരെയും വെള്ളമൊക്കെ ഒന്ന് വിളിച്ചിട്ടുണ്ട്. കോഴിക്കോടുകാരെയും മലപ്പുറംകാരെയൊക്കെ എന്റെ വീട്ടിൽ വിളിച്ച്. എന്നിട്ട് ഞാൻ എന്താ കേട്ടാ, വെള്ളമൊക്കെ എടുക്കാൻ വേണ്ടി പോയപ്പോ നിങ്ങളോട് നീ കണ്ണൂരല്ലേ, നീ കാസർഗോഡല്ലേ എന്നൊക്കെ പറഞ്ഞു അവിടെ വീട്ടിന്റെ സിറ്റോട്ട് നടിണ്ടാക്കിയാൽ എന്തായിക്കോ. ഞാൻ എന്താ നിങ്ങളെ പറ്റി പറയാം, എമ്മാരെ ആൾക്കാരാണ്. ആദ്യത്തേന് വിഷമം ഉണ്ടാവില്ല. ഈ വന്ന മുഴുവൻ മനുഷ്യരും അള്ളാഹുവിന്റെ അതിഥികളാണ്. നമ്മൾ സാധാരണ നാട്ടിൽ തന്നെ പറയും, അവിടെ കുറച്ച് കറുപ്പന്മാര് വരും, ഓരിങ്ങനെ കുത്തും നെഞ്ഞൊക്കെ പൊട്ടിക്കുന്നൊക്കെ പറയും. ഒരു ആഫ്രിക്കയിൽ നിന്നൊക്കെ പൈസ കൊടുത്ത് വരികയാണ് എന്തിന് കേരളത്തിൽ ഈ ആൾക്കാർ നെഞ്ഞ് കുത്തി. നമ്മളെ വർത്തമാനം കേട്ടാൽ അങ്ങനെ തോന്നുക. ഒരിക്കലും അല്ല. ഒരു നടന്നു ചിലപ്പോ ഒരു വലിയ ആചാരവും മനുഷ്യനോട് തോടുമ്പോ നമുക്കെന്താവും. അല്ലാണ്ട് ഒരാരും ഉപദ്രവിക്കാൻ ഒന്നുമില്ല. ആറ്റുകൾ കട്ടപ്പാവാൻ. ഞാൻ ഇതേപോലെ ഹബ്ശക്കാരായ ആൾക്കാരുടെ പരിപാടിക്ക് ഇതേമാതിരി അന്ന് മിസ്വലയിൽ ഒരു ബിൽഡിങ്ങിൽ പോയി. ഞാനും എന്റെ കൂട്ടത്തിൽ വേറൊരു ആലുമുണ്ട്. ഞങ്ങളിങ്ങനെ പോയി. അപ്പൊ അദ്ദേഹം സംസാരിക്കുന്നവരോട്, അദ്ദേഹം കസേരയിൽ ഇരുന്നു. കുറച്ചു നേരം അങ്ങനെ ഇരുന്നു, സംതു സലാത്തൊക്കെ ചൊല്ലി. പിന്നെ അങ്ങനെ തൊണ്ട ഇടറുണ്ട്. ഇവർക്ക് മയക്ക് പറയാനൊന്നും ആവില്ല. കുറച്ചു നേരം നിന്ന് ഇവരിങ്ങനെ തൊണ്ടനെ ക്ലിയർ ആക്കാൻ നോക്കുന്നുണ്ട്, നടക്കില്ല. അവസാനം അദ്ദേഹം പറഞ്ഞു, നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. ഒറ്റ കരച്ചില്. കുറെ കഴിഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ നിങ്ങളെ മുന്നിൽ വന്നിരിക്കുമ്പോ എനിക്ക് മനസ്സിലാവും, എനിക്ക് എന്റെ ബിലാൽ റളിയല്ലാഹു അൻഹു ഓർമ്മ വരാണ്. നിങ്ങൾ ബിലാൽ റളിയല്ലാഹു അൻഹു നാട്ടിലെ
എന്നത് ഭയങ്കര കരച്ചിൽ. നമുക്ക് ഓരോ കാണും അത് ഓർമ്മയുണ്ട്. നമ്മളെ നേതാവാണ് ഉമർ റളിയല്ലാഹു, ബിലാൽ റളിയല്ലാഹു, അബൂബക്കർ എന്നൊക്കെ പറഞ്ഞു. ഇത് നമ്മളെ നേതാവാണ്, ഇത് നമ്മളെ നേതാവിനെ മോചിപ്പിച്ച ആളാണ്. ബിലാൽ റളിയല്ലാഹുവിനെ ഉമർ റളിയല്ലാഹു വിളിച്ച വാക്ക് സയ്യിദ് എന്ന, എന്റെ നേതാവ് എന്നാണ്. ഉമർ റളിയല്ലാഹു, അബൂബക്കർ റളിയല്ലാഹുവിനാണ് ബിലാൽ റളിയല്ലാഹുവിനെ മോചിപ്പിച്ചത്. അവിടെ കറുത്ത ആൾക്കാരൊക്കെ കാണുമ്പോഴും നമുക്ക് ആരോട് ഇഷ്ടപ്പെട്ടാണോ? നമ്മളെ ബിലാൽ റളിയല്ലാഹുവിന്റെ നാട്ടുകാരാണ്. മനസ്സിലായില്ല? ഇവരൊക്കെ അള്ള വിളിച്ചിട്ട് വന്ന ആൾക്കാരാണ്. ഇവരോട് ഇങ്ങനെ നമ്മൾ കറുപ്പന്മാര് മറ്റൊരു നമ്മൾ ഉപയോഗിക്കരുത്. ആ വാക്ക് അള്ളക്ക് ഇഷ്ടമില്ല. ഓർക്ക് കറുപ്പ്, നമുക്ക് വെളുപ്പ്, നമുക്ക് ഈരിയ നിറക്കെ തന്നത് ആരാണ്? നമ്മളെല്ലാരും അള്ളന്റെ അടിമകളാണ്. മനുഷ്യന്റെ കുറവുണ്ടാവും, അവർക്ക് കണ്ടിട്ട് വിളിച്ചതാണ് ആര്? അതുകൊണ്ട് ഒരാളോട് വെറുപ്പുണ്ടാവരുത്. ഹജ്ജിൽ 3 കാര്യങ്ങൾ പാടില്ല. ഒന്ന് ജിഗാർ, ഒന്ന് റഫസ്, വികാരപരമായ തിന്മകൾ. നമ്മൾക്ക് വികാരപരമായ തിന്മ ഉണ്ടാവും. ഹജ്ജിലാണ് വികാരപരമായ നമ്മൾ സാധനം പറയുന്നുണ്ടല്ലോ, ഇത് ഹജ്ജ് അല്ലാത്തതും പറ്റുമോ? ഏത്? റഫസ്, ഫുസൂഖ്, ജിദാർ. ഹജ്ജ് അല്ലാത്തതും പറ്റുമോ? ഹജ്ജ് അല്ലാത്തതും പറ്റൂല. പിന്നെന്താ ഹജ്ജും പറ്റൂല എന്ന് പറയാൻ? നമ്മൾ സ്ഥലത്ത് എഴുതിക്കണ്ടേ ഇതിലൂടെ തുപ്പരുത് എന്ന് വെച്ചാൽ അതിലൂടെ തുപ്പാൻ സാധ്യത. ഇവിടെ ചപ്പു ചവറ് മാലിന്യങ്ങൾ നിക്ഷേപിക്കരുത്. ചെയ്തില്ലേ? റോഡ് മൊത്തം ഇടല്ലോ? ഇല്ല. ഏതെങ്കിലും ഒരു കോർണറിൽ ആൾക്കാർ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അവിടെ തന്നെ ഇല്ല. ഇതേപോലെ ഹജ്ജിൽ ഇത് ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് അള്ള പറഞ്ഞതാണ് ഹജ്ജിൽ വികാരപരമായ തിന്മ ഉണ്ടാവരുത്. വികാരപരമായ തിന്മ സ്വന്തം ഭാര്യനോട് പോലും വികാരപരമായ നോട്ടമോ സ്പർശനമോ സംസാരം ഉണ്ടാകാൻ പാടില്ല. സ്വന്തം ഭാര്യ ഹലാലായ. അപ്പൊ പിന്നെ അന്യ സ്ത്രീകളെ പറ്റി എന്തിന്റെ അവസ്ഥ അത് ആലോചിച്ചു. അതുകൊണ്ട് ഹജ്ജിൽ വന്നിട്ട് ഒരു സ്ത്രീനെ നമുക്ക് പരിചയപ്പെടേണ്ട അവസ്ഥ ഉണ്ടാവരുത്. നാട്ടിൽ നല്ല മനുഷ്യന്മാർ ഹജ്ജിന് വന്നു, 10 ദിവസം ഇവിടെ താമസിച്ചു. ഒരു കിച്ചണിലാണ് എല്ലാവരും ഭക്ഷണം ഉണ്ടാക്കാൻ വരുന്നത്. സ്ത്രീകളാണെങ്കിൽ ഒരു വീട്ടിലുള്ളത് പോലെ ഉണ്ടാവും. ഒരു ഹാഫ് കൈ മാക്സിമം ഒരു തട്ടൊക്കെ ഇട്ടിട്ട് ഓരെങ്ങനെ ഓർക്കൊന്നും ശ്രദ്ധിക്കില്ല. ഒരു നോർമലാണ്, ഒരു ആരും ദുരുദ്ദേശത്തിലൊന്നല്ല. ഈ പുരുഷന്മാർ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ നടക്കാണ്. അല്ലെങ്കിൽ ഭാര്യമാർ കൂടെ ഉള്ളവരുണ്ട്, ഭാര്യമാർ കൂടെ ഇല്ലാത്തവരുണ്ട്. എന്തെങ്കിലും വികാരപരമായ നോട്ടമോ സംസാരമോ എന്തെങ്കിലും ഉണ്ടായാൽ നമ്മൾ ഹജ്ജ് പോകും. മനസ്സിലായിട്ടോ? കോൺക്രീറ്റ് ചെയ്ത സമയത്ത് ലാസ്റ്റ് ആ കോൺക്രീറ്റ് ഫിനിഷ് ചെയ്ത് വരും. കോണിമൊക്കെ ഇറങ്ങാൻ സമയത്ത് ചിലപ്പോൾ ഒരു സ്റ്റെപ്പൊക്കെ ആ കോൺക്രീറ്റ് ചവിട്ടേണ്ടി വരും. അവരാൾ പറഞ്ഞാൽ സാരില്ല, വെയിലുണ്ടാ പോയിക്കോളൂ. പോവോ? കോൺക്രീറ്റിന് ഇട്ടിട്ട് ചെരുപ്പിന്റെ അടയാളം ഉണ്ടെങ്കിൽ വെയിലുണ്ടാ പോകൂലേ? വെയിലുണ്ടായാലും അത് ഓർക്കാൻ ചെയ്യാം. ഇതേപോലെ ഹജ്ജിൽ അള്ള കാക്കട്ടെ എന്തെങ്കിലും തിന്മ നമ്മളുടെ മേൽ ചീറ്റിംഗ് ആയിട്ടുണ്ടെങ്കിൽ പിന്നെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ കഴിയില്ലട്ടോ. അതുകൊണ്ട് കണ്ണുകളെ മനസ്സിനെ നല്ലപോലെ സൂക്ഷിക്കുക. ഒരു സ്ത്രീനെ നമുക്ക്, ഒരു പുരുഷനെയും നമുക്ക് പരിചയപ്പെടേണ്ട അവസ്ഥ ഉണ്ടായിരുന്നു. ഇവിടെ ഭയങ്കര കഞ്ഞി കൊടുക്കല്, ഉണക്കലി പൊരിച്ചല്, അങ്ങോട്ട് കൊടുക്കല് ഇങ്ങോട്ട് കൊടുക്കല് എന്നൊക്കെ ഉണ്ടാവും. എന്നിട്ട് ഷെയ്ത്താൻ ഏതാ മുതല് നിങ്ങൾക്ക് അറിയില്ല. നാട്ടിലെത്തും. നമ്മളെ വീരാൻകുട്ടിയൊക്കെ ഉണ്ടാവും, നമ്മളെ കൂടെ മുമ്മൂട്ടിയൊക്കെ ഉണ്ടാവും. നമ്മൾ വിളിക്കും, ഒരു കണ്ണൂരാണ്, അല്ലെങ്കിൽ ഒരു മലപ്പുറത്താണ്, അല്ലെങ്കിൽ കോഴിക്കോടാണ്. നിങ്ങളവിടെ വീരാൻകുട്ടിയൊക്കെ നമ്മൾ വിളിച്ചിട്ടുണ്ടാവും. അപ്പൊ നമ്മളെ പേര് കണ്ടപ്പോ നമ്മളെ അവരെ ഭാര്യക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഓ നമ്മളെ കൂടെ അജിണ്ടായിരുന്നു ഉസ്മാൻ കരുത്. എന്താ ഉസ്മാൻ കാ റാത്തല്ലേ? അപ്പൊ പറയാ എവിടെ അവിടെ ഇല്ലേ, ഒരു പള്ളിയിൽ പോയതാണ്. പിന്നെ കുറച്ച് വർത്താനൊക്കെ പറഞ്ഞു. അപ്പം മാഷാല്ലാ അന്നത്തെ കഞ്ഞി അതിന്റെ ടേസ്റ്റ് ഇപ്പോഴും എന്തായില്ല നാവൊന്ന് പോയിച്ചില്ല. എന്തോ രുചിയെ നിങ്ങൾ ഉണ്ടാക്കി തന്ന കഞ്ഞിന്ന്. അപ്പൊ അഞ്ഞി ഉണ്ടാക്കല്ലോ, നിങ്ങൾ ഇങ്ങോട്ട് വരി. മാഷാല്ലാ. ഏതാണ് ആ അബൂനെ നിങ്ങൾക്ക് അറിയില്ല. അതുകൊണ്ട് ശൈത്താൻ ഒരു ഇടം കൊടുക്കരുത് എന്നാണ് ആര് പറയുന്നത്? അല്ലാഹു തആല ഖുർആൻ ശരീഫിൽ പറയുന്നത്, കയ്യെത്തുന്ന ദൂരത്ത് വേട്ടമൃഗങ്ങളെ എത്തിക്കും, എന്നിട്ട് നിങ്ങളിൽ ആരാണ് തഖ്വയുള്ളത് എന്ന് അറിയാൻ വേണ്ടിയിട്ട്. സത്യത്തിൽ വേട്ടമൃഗത്തിന് ചില ഉലമാക്കൾ പറഞ്ഞത്, സ്ത്രീന്റെ വേട്ടമൃഗാണ് പുരുഷൻ, പുരുഷന്റെ വേട്ടമൃഗാണ് ഇത് സ്ത്രീ. മുഖമൊക്കെ തുറന്നിട്ടിട്ട് മത്താഫിൽ ഇറക്കുകയാണ് ഒരു സ്ഥലത്ത്. ആണിനെയും പെണ്ണിനെയും ഒരു ബിൽഡിംഗ് കൊണ്ടുവന്ന് നിർത്തുകയാണ്, ഏതൊക്കെയോ സ്ത്രീയും പുരുഷനൊക്കെ. എന്നിട്ട് ആരെ കണ്ണാണ് മോശമായ നോട്ടത്തിലുള്ളത്, ആരെ മനസ്സാണ് മോശമായ നോട്ടത്തിലുള്ളത്. ഹജ്ജ് സത്യത്തിൽ ഒരു ഇന്റർവ്യൂ ആണ്. നമ്മളൊരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അവിടെ ഇവിടെ എറിയലല്ല കാര്യം, മനസ്സിനെ ശുദ്ധമാക്കാം. അതുകൊണ്ട് വികാരപരമായ ഒരിടപെടലുണ്ടാവരുത്. ഒരാളെ ഒരു പയ്യനെ പിടിച്ചു, ഒരു 20 വയസ്സായ ഒരു ചെറുപ്പക്കാരനെ പിടിച്ചു. എന്തിനാണ്? മൊബൈൽ മോഷ്ടിച്ചു കടയിൽ നിന്ന്. അതിന്റെ പേരില്ല അങ്ങനെ പോലീസിനെ പിടിച്ചു കൊണ്ടുവന്ന SI. അപ്പൊ അവിടെ നോക്കുമ്പോ CI ആണുള്ളത്. CIന്റെ മുന്നിൽ കൊണ്ട് ഇരുത്തിവനെ. CI ഇവനോട് ഇങ്ങനെ ചോദിക്കാൻ സമയത്ത് CIക്ക് ഒരു കോൾ വന്നു. അപ്പൊ CI അവിടെ സ്റ്റേഷനിലെ കോളാണ്, അത് എടുക്കാൻ വേണ്ടി പോയി. അപ്പൊ CIന്റെ ഐഫോൺ ഉണ്ട് എവിടെ മേശന്റെ മുകളിൽ. ഇവനെടുത്ത് അതെടുത്ത് വിട്ടു. ആരും. പിന്നെ എന്തൊക്കെ ഉണ്ടാവുക ബാക്കി? നിങ്ങൾ പറയും. നിങ്ങൾ മനസ്സിലായോ? കടയിൽ നിന്ന് റോട്ടിൽ നിന്ന് എടുത്ത് ഫോൺ എടുത്ത് വന്നതിന് പ്രതിയായിട്ട് വന്നതാണ്. എന്നിട്ട് ഇവിടെ CIന്റെ ഫോണായിട്ട് പോയാൽ എന്തൊക്കെ ഉണ്ടാകുക? നാട്ടിൽ കുറ്റക്കേട് കളിച്ചിട്ട് കൊണ്ടുവന്നതാണ്. എവിടേക്ക് പോയി? മക്കത്തേക്ക്. ഇനി മക്കച്ചെന്ന് കുറ്റക്കേട് കളിച്ചാൽ അവിടെ കണ്ണുകളെ നോക്കണേ.
മനസ്സുകളെ സൂക്ഷിക്കണേ. ഇതാണ് അള്ളാഹു എടുത്തു പറഞ്ഞത്. അൽ ഹജ്ജു അശ്ഹുറുൻ മഅലൂമാത്ത് ഫമൻ ഫറള ഫീഹിന്നൽ ഹജ്ജ ഫലാ റഫസ വലാ ഫുസൂഖ വലാ ജിദാല ഫിൽ ഹജ്ജ്. ഹജ്ജിൽ വികാരപരമായ തിന്മകളില്ല, ഫുസൂഖ് കുറ്റകൃത്യങ്ങളില്ല, ആരോട് വൈരാഗ്യം വെക്കുക, തള്ളേ കുത്ത് അങ്ങനത്തെ പണിയൊന്നും എടുക്കരുത്. തവാഫിലും ചിലരുണ്ട് ഇങ്ങനെ വരല്, ചിലർ ഇങ്ങനെ വരലുണ്ടാവും, ഒന്നുമില്ല കൈയൊക്കെ താത്തിട്ടേക്ക് സമാധാനപരമായിട്ട് പോയി. ആരും കുത്തല്ലേ, ആർക്കും പ്രയാസം ഉണ്ടാക്കല്ലേ. ഓലാ ജിദാൽ തർക്കിക്കരുത്. എന്ത് ചെയ്യരുത്? കേരളക്കാർ പ്രത്യേകിച്ച് എന്ന് ഖുർആനിൽ പറയാൻ പറ്റില്ലല്ലോ. തർക്കിക്കരുത്. കാരണം നമ്മൾ ഭയങ്കര വിവരമുള്ള ആളായതിനോട് നമുക്ക് തർക്കിക്കാൻ ഞാൻ എന്താവില്ല, സമാധാനം ഉണ്ടാവില്ല. അതുകൊണ്ട് ഒരു കാര്യം നല്ല പോലെ ആലോചിക്കാം. തർക്കങ്ങൾ വരല എങ്ങനെയാന്ന് പറഞ്ഞാല്, ഇപ്പൊ റൂമിൽ വന്നു, ചിലർ സലാം തന്നെ വന്നു, എന്നിട്ട് അയാള് മൊബൈൽ ചാർജിൽ ഇട്ടു, അയാൾ ബാത്റൂമിൽ കയറി, മറ്റവന് അതേ സ്പീഡിൽ വന്നിന്. പക്ഷെ അവൻ വന്ന് നോക്കുമ്പോൾ ഒരു ചാർജർ ആകെ ഒരു പ്ലഗ് ഉണ്ടല്ലോ. അപ്പൊ മറ്റൊരു ചാർജർ കുത്തിയാണ്. അപ്പൊ അയാളെ ചാർജർ ഫോണിൽ മാറ്റിട്ട് ഇവന്റെ അടുത്ത് കുത്തി. ഇയാൾ ബാത്റൂം വന്നിട്ട് നോക്കുമ്പോൾ ഇത് കുത്തിന്. അപ്പൊ പറഞ്ഞു എന്താടോ വായി, ഞാൻ ഇങ്ങനെ വന്ന് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇയാൾക്ക് ദേഷ്യം പിടിച്ചിട്ട്. അപ്പൊ ഇയാൾ പറഞ്ഞു എന്തിനാണ് വായി ഒരു ചാർജർ കുത്തിയാണ്, അമ്മായി ചൂടാണ്, ചൂടാക്കുക എങ്ങനെയാന്നൊക്കെ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം. പിന്നെ രണ്ടാളും മുട്ടില്ല, പിന്നെ തെറ്റി. അപ്പൊ സാധാരണക്കാരൊക്കെ ചാർജറിലാണ് വരിക. കേരളക്കാരായ അറിവുള്ള നമ്മളെ മേലിൽ അറിവുള്ള ആരും എന്നായിക്കോളുന്നില്ല. കേരളത്തിൽ ടോട്ടലി എന്താണ് എല്ലാവരും അറിവുള്ള ആൾക്കാരാണ്. വാട്സപ്പ്, മൊബൈല്, യൂട്യൂബ് ഒക്കെ കണ്ട് എല്ലാവരും അറിവുള്ള ആൾക്കാരായതുകൊണ്ട് ഫുള്ള് അറിവുള്ള ആൾക്കാരെ മേലെ തർക്കുന്നത്. നമ്മുടെ ഡോക്ടർ സാഹിബ് പറയും സാധാരണ. ഒരു പ്രാവശ്യം അച്ഛന് വന്നപ്പോ ഒരാളെ കണ്ടു, ഒരു ആലിമിനെ കണ്ടു സംസാരിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, ഞാൻ കഴിഞ്ഞ കൊല്ലം അച്ഛന് വന്നിരുന്നു, ഈ കൊല്ലം ഞാൻ അച്ഛന് വന്നത്. അപ്പൊ ചോദിച്ചു കഴിഞ്ഞ കൊല്ലം വന്ന പിന്നെ ഈ കൊല്ലം? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ കഴിഞ്ഞ കൊല്ലത്തെ ഹജ്ജില് അറഫയിൽ വെച്ച് ഇങ്ങനെ ഇരുന്ന് കുറെ സമയം ഉണ്ടല്ലോ, ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചപ്പോ അറഫയിലെ നിസ്കാരത്തിനെ പറ്റി വേറൊരു ആലിം ഉണ്ടായി, അയാളുമായിട്ട് ഇങ്ങനെ സംസാരിച്ച് ചെറിയ തർക്കമായി. അവസാനം അങ്ങോട്ട് അതീസർന്നി ഇങ്ങോട്ട് അതീസർന്നി, അവസാനം ഒരു തർക്കം പോലായി. ഒക്കെ കഴിഞ്ഞ് അജ്ജൊക്കെ കഴിഞ്ഞ് നാട്ടിലെത്തിയപ്പോഴാണ് ഓർമ്മ വന്നത്, പടച്ചോനെ അറഫയിൽ തർക്കിച്ചല്ലോ, അറഫാണല്ലോ അജ്ജ്. അതുകൊണ്ട് എന്റെ മനസ്സിന് ഭയങ്കര അസ്വസ്ഥത. അതുകൊണ്ട് ഈ കൊല്ലം ഞാൻ തർക്കിക്കാത്ത ഹജ്ജ് ചെയ്യാൻ വേണ്ടി വന്നു. ഇൻഷാ അല്ലാഹ് അടുത്ത കൊല്ലം നോക്കും ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് നമ്മൾ അടുത്ത കൊല്ലം വരലില്ല, നമ്മൾ ഈ കൊല്ലം തന്നെ ഇൻഷാ അല്ലാഹ് തർക്കിക്കാൻ. എന്തുകൊണ്ടൊന്നും നിസ്കരിച്ചില്ല, ഒരു കുഴപ്പമില്ല, ഹജ്ജ് ചെയ്യാൻ വെക്കൂല. മനസ്സിലായില്ലേ? ഒരു തർക്കമില്ല, ഒരാളോട് തർക്കിക്കരുത്. തർക്കിക്കൂലല്ലോ ഇൻഷാ അല്ലാഹ്. ഭാര്യനോടോ കുട്ടികളോടോ ആരോടും ഒരാളോട് തർക്കിക്കരുത്. തർക്കിക്കാത്ത ഹജ്ജ് ചെയ്യണം, ചെയ്യില്ല ഇൻഷാ അല്ലാഹ്. ഈ ഗുണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയിട്ട് വേണം നമുക്ക് ഹാജിയായിട്ട് ഇവിടേക്ക് പോവാൻ. അല്ലാണ്ട് ഇവിടെ എറിയാൻ വന്നതല്ല. അവിടെ നമ്മൾ ഹാജിന്റെ ഗുണമായിട്ട് വരുന്ന് ജീവിച്ച് നാട്ടിൽ ഇൻഷാ അല്ലാഹ് മരിക്കുന്നത് വരെ ഹാജിന്റെ ഗുണമായിട്ട് നമുക്ക് മരിക്കണം. തർക്കിക്കാതെ, പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ, വിട്ടുവീഴ്ച ചെയ്ത്, അള്ളാഹുവിൽ തവക്കുൽ ചെയ്ത്, ഇസ്മായിൽ അലൈഹിസ്സലാം ക്ഷമിച്ചതുപോലെ ക്ഷമിച്ച് അങ്ങനെ നല്ലൊരു ഹാജിയായിട്ട് മടങ്ങണം. ചെയ്യില്ല ഇൻഷാ അല്ലാഹ്. അറവ് എന്തായാലും നടത്തണം. നബിതങ്ങളുടെ ശാസനങ്ങൾ തങ്ങളുടെ ഒരു ഹജ്ജത്തുൽ വിദായിൽ അവസാനത്തിൽ 100 ഒട്ടകങ്ങൾ അറുത്തിട്ടുണ്ട്. എത്ര? 63 തങ്ങളുടെ സ്വന്തം കൈ കൊണ്ട് അറുത്തു. തങ്ങൾ 63 വയസ്സ്, 63 സ്വന്തം കൈ കൊണ്ട്. ബാക്കി പിന്നെ സഹാബാക്കളാണ് നടത്തുന്നത്. നമ്മൾ ഒരാട് അറക്കണതിനെ പറ്റി ആലോചിച്ച് എങ്ങനെ രക്ഷപ്പെടാൻ പറ്റുമോ? ഒരിക്കലും ഇല്ലട്ടോ. ഹജ്ജിൽ എന്തായാലും അറക്കണം. അറക്കൂല ഇൻഷാ അല്ലാഹ്. ഞങ്ങള് ഒരു 10 വേണമെങ്കിൽ അർത്തോളി. എന്തിന് പൈസ ആർക്ക് വേണം? അതുകൊണ്ട് അറക്കണം ഇൻഷാ അല്ലാഹ്. എത്ര കൂടുതൽ ആക്കാൻ പറ്റും അത്രയും ഇറക്കി. ഹജ്ജിന്റെ അമലുകളിൽ പെട്ടതാണ്. ചെയ്യില്ല ഇൻഷാ അല്ലാഹ്. രക്ഷപ്പെടലില്ല. രക്ഷപ്പെട്ട് മസലക്ക് ആൾക്കാർ പറഞ്ഞുതരും. എന്നിട്ട് നമ്മൾ പോകും നാട്ടിലേക്ക്. നാട്ടിലെത്തി ഒരു 2 കൊല്ലം കഴിഞ്ഞ് വേറെ ഒരു ഹജ്ജ് ക്ലാസ് ഒക്കെ കേട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ കണ്ട പിന്നെ ഇഷ്കാൽ എന്നാണ് അതിന് പറയല്. ഒരു എക്കച്ചക്ക, എന്റെ ഹജ്ജ് ശരിയായിട്ട് പോകും, അന്ന് അർത്ഥത്തിലല്ലേ, അർത്ഥം മതിയേനി എന്ന് 2 കൊല്ലം കഴിഞ്ഞിട്ട് ശൈത്താൻ അത് വെച്ച് ഇങ്ങനെ കുത്തിക്കൊണ്ടുക്കാൻ പറയും. അതുകൊണ്ട് ഹജ്ജിൽ ഒരു പിശുക്കത്തമില്ല. ചെലവാക്കില്ല ഇൻഷാ അല്ലാഹ്. അള്ളാഹ് അമൽ ചെയ്യാൻ തൗഫീഖ് ചെയ്യട്ടെ. അവിടെ നമ്മളിൽ ഹജ്ജിന് പോണതിന് മുമ്പ് ഒന്ന് സ്വന്തത്തിനെ പറ്റി ഓരോരുത്തർ ആലോചിക്കുക, സ്കാൻ ചെയ്യാം. എന്തൊക്കെ പ്രശ്നങ്ങളുള്ളത്? ഓരോരുത്തർക്കും ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാവും, തിന്മകൾ. ശൈത്താൻ ഇപ്പോഴും നമ്മളെ കൂടെ ഉണ്ടാവും. അതുകൊണ്ട് ശൈത്താന്റെ ദുർബോധനങ്ങളെ നമ്മൾ മനസ്സിലാക്കുക. ചിലർ ഹറാമ് വീഡിയോ കാണുന്ന ആൾക്കാരുണ്ടാവും, ചിലർ പുകവലിക്കുന്ന ആൾക്കാരുണ്ടാവും, ചിലർ വേറെ എന്തെങ്കിലും തിന്മയുന്ന ആളുണ്ടാവും, ഹറാമ് നോട്ടുള്ള ആൾക്കാരുണ്ടാവും, അയ്യബത്ത് പറഞ്ഞ ആൾക്കാരുണ്ടാവും, നിസ്കാരം കൃത്യം നിർവഹിക്കാത്ത ആൾക്കാരുണ്ടാവും. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നമ്മുടെ ഉണ്ടാവും. അതൊക്കെ നമ്മൾ എടുക്കുക. എന്നിട്ട് ഓരോ കള്ളാസിൽ ഇങ്ങനെ ഇല്ല, അത് ഹറാമ് കാണാം, ഇത് ഒക്കെ ഫുള്ള് നോട്ട് ചെയ്യുക. ഒരു 70 നോട്ട് ചെയ്യാൻ അവസരമുണ്ട്. എത്ര? അപ്പൊ വലിയ ബടാ വലിയ 70 പാപങ്ങൾ നമ്മളെ എടുത്തിട്ട് നമ്മൾ എഴുതുക. ഞാൻ വെറുതെ പറയില്ല, എഴുതുക. എന്നിട്ട് ഓരോ കല്ലെറിയുമ്പോഴും പറയും, ഇനി ഞാൻ ഹറാമ് കാണൂല, ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ റജ്മൻ ലിശ്ശൈത്താൻ വലിൽ റഹ്മാൻ എന്ന് പറഞ്ഞിട്ട് അതിങ്ങനെ എഴുതുക.
അത് എറിഞ്ഞ് ഒഴിവാക്കുക. എവിടുന്ന് പോയി നമ്മൾ അല്ലാതെ നമ്മളെങ്ങനെ ശരിയാകുക? ചേത്തനോട് ഞാൻ അങ്ങനെ പല കോമിക്കും കാണിക്കും, നീ എന്ത് ചെയ്താൽ മതി, അവിടെ നിന്നാ മതി, നമ്മൾ ബായി ആര് പിന്നെ ചേത്താനും കൊണ്ട് നാട്ടിൽ പോയിട്ട് എന്താ കാര്യം? അപ്പൊ ഈ തിന്മകൾ എറിഞ്ഞു കഴിഞ്ഞാൽ മാഷാ അല്ലാഹ് നമ്മുടെ ജീവിതത്തിൽ ആ തിന്മകൾ ഒഴിവാക്കിയാൽ നമ്മൾ ആരാവും? നമ്മൾ സാലിഹ്യങ്ങളാവും, നമ്മൾ നല്ല മനുഷ്യരാവും, നമുക്ക് ഗുണങ്ങളുണ്ടാവും. തിരിച്ചു പോയാൽ നമ്മൾ നല്ല ഗുണങ്ങളുള്ള ഹാജിമാരായി മനുഷ്യന്മാരായി ജീവിക്കാൻ പറ്റും. അതുകൊണ്ട് എറിഞ്ഞു ഒഴിവാക്കോ? എറിഞ്ഞു ഒഴിവാക്കോ? നിങ്ങൾ ഇൻഷാല്ല വരാത്തതിന്റെ കാരണം എന്താ അറിയോ? നിങ്ങളാ പറഞ്ഞ മാതിരി എഴുകൊണ്ടൊന്നും നമുക്ക് എറിയാൻ ഇല്ല. നമ്മളൊക്കെ ഓൾറെഡി തന്നെ എന്താണ് സാലിഹ്യങ്ങളായ ദർജയിലുള്ളത്. നിങ്ങൾ എഴുകണമെന്ന് പറഞ്ഞാൽ നമ്മളെ വെറുക്കാൻ തന്നെ ഉണ്ടാവില്ല എന്നൊക്കെ പറയുന്നത്. ഇല്ലെങ്കിൽ കുഴപ്പമില്ല. പിന്നെ ചെറിയതൊക്കെ ഉണ്ടാവും അല്ലേ? ചെറിയതൊക്കെ ഉണ്ടാവും. ഇടത്തെ ഭാഗത്ത് തുപ്പല് അതൊരു കുറ്റാണ്. അപ്പൊ എറിഞ്ഞു ഒഴിവാക്കുക അല്ലേ? അതാണ് എറിയുന്നത്. അല്ലാണ്ട് വെറുതെ ഇങ്ങനെ പോയി കല്ല് അവയിലെറിഞ്ഞിട്ട് മാവുമലെറിഞ്ഞാൽ മാങ്ങയിൽ കിട്ടും. ഇവിടെ എന്ത് കിട്ടാനാ? അതുകൊണ്ട് എറിയലൊരു കോലം കെട്ടലല്ല, ലക്ഷ്യത്തിനെറി ഒഴിവാക്കുക, ജീവിതത്തിന് നന്നാക്കുക. പൈശാചിക ദുർബോധനങ്ങളെയാണ് എന്ത് ചെയ്യുന്നത്? എറിഞ്ഞു കളയുന്നത്. എറിയില്ല ഇൻഷാ അല്ലാഹ്. പരസ്പര സ്നേഹത്തിൽ എല്ലാ രാജ്യം കബൂലാൻ വേണ്ടി ദുആ ചെയ്യൂല ഇൻഷാ അല്ലാഹ്. കൂട്ടുകാരോടൊക്കെ അജിന്റെ വർത്തമാനങ്ങൾ പറയണം, വേണ്ടാത്ത വർത്തമാനങ്ങളൊക്കെ ഒഴിവാക്കണം. അതൊക്കെ ഒഴിവായിട്ടാണ് നമ്മൾ വന്നത്. കഴിയുന്നിടത്തോളം മൊബൈൽ കളിക്കാതിരിക്കും, ഖുർആൻ ഓതി ദിക്ർ ചെയ്യൂല ഇൻഷാ അല്ലാഹ്. ഏതെങ്കിലും ഉലമാക്കളൊക്കെ ഉണ്ടെങ്കിൽ അവരോട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി പഠിക്കും ഇൻഷാ അല്ലാഹ്. അല്ലാഹ്